വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഈ മിനായിലെ ഈ കൂടാരത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള, ഏറെ ബഹുമാനമുള്ള, അറിവുള്ള ഒരു വിഷയമാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഖള എന്ന വാക്കിന്റെ അർത്ഥം വിധിച്ചു എന്നാണ്. ഖാളി എന്ന് പറഞ്ഞാൽ വിധിക്കുന്നവൻ, ജഡ്ജി എന്നൊക്കെ അർത്ഥം. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഇനിയൊരു മാറ്റമില്ല. അത് അള്ളാഹുവിന്റെ നിർബന്ധമായ വിധിയാണ്. എന്താണ് ആ വിധി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ നീ ആരാധിക്കരുത് എന്ന്. അള്ളാഹുവിനെ മാത്രമല്ലാതെ മറ്റാരെയും നീ ആരാധിക്കരുത്. നിന്റെ ആരാധനകൾ അള്ളാഹുവിന് മാത്രമായിരിക്കണം. അത് അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത അലംഘനീയമായ വിധിയാണ്. ആ വിധി ലോകത്ത് നടപ്പാക്കാനാണ് മനുഷ്യരോട് അള്ളാഹു കൽപ്പിച്ചത്. അത് മനുഷ്യർക്ക് പഠിപ്പിക്കാനാണ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ചത്. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യവും ഏറ്റവും വലിയ നിയമവും അതുതന്നെയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അതാണ് ഈ പ്രപഞ്ചത്തോടുള്ള സൃഷ്ടാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിധി. ആ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയോട് ചേർത്ത്, അതിന്റെ കൂടെ രണ്ടാമത്തെ വരിയിലല്ല, 2 എന്ന് നമ്പർ ഇട്ടിട്ടുമല്ല, ഈ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയോട് ചേർത്ത് അല്ലാഹു തആല മറ്റൊരു വിധി കൂടി പറഞ്ഞു. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു, നീ ആരാധിക്കാതിരിക്കണം, ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമല്ലാതെ. എന്നിട്ട് അതിന്റെ കൂടെ അല്ലാഹ് പറയണേ, വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി വർത്തിക്കണമെന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നിങ്ങൾ ആ 2 വിധികളും തമ്മിലുള്ള ആ രീതി ഖുർആനിലെ ആയത്ത്, ഖുർആനിന്റെ ഒരു വചനത്തിന് ആയത്ത് എന്ന് പറയാം. വേറെ അറബിയിലെ ഒരു വാചകത്തിനും ആയത്ത് എന്ന് പറയില്ല. ഖുർആനിലെ വാചകത്തിന് മാത്രമാണ് ആയത്ത് എന്ന് പറയാം. എന്താ ആയത്ത് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ദൃഷ്ടാന്തം. എന്താ ദൃഷ്ടാന്തം പറഞ്ഞാല്? തെളിവ് എന്നാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തിന്, അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ആയത്തും. സൂര്യനും ചന്ദ്രനും കടലും കരയും പർവ്വതങ്ങളും ഒക്കെ അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ്. ആ ആയത്ത് എന്ന പദമാണ് ഖുർആനിലെ ഓരോ വചനത്തിനും അള്ളാഹ് കൊടുത്തത്. എന്ന് പറഞ്ഞാല് ഒറ്റയടിക്ക് ഒരു ഡിക്ഷണറി, ഒരു അറബി പുസ്തകം വെച്ചാൽ ഖുർആൻ പഠിക്കാൻ കഴിയില്ല. ഖുർആൻ ആഴത്തിലേക്ക് പോകുമ്പോ അതിന്റെ മികവ് ഇങ്ങനെ തെളിഞ്ഞു 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 വരും. ആ ആയത്തിന്റെ ഒരു അത്ഭുതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ആയത്തിൽ തന്നെ ഈ 2 കാര്യങ്ങളെയും വേർപെടുത്താതെ, വേർതിരിക്കാതെ പറഞ്ഞത്. അല്ലാഹുവിനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്നും നിന്റെ മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടി നീ വർത്തിക്കണമെന്നും അല്ലാഹു നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ ഒരു കൽപ്പനയുടെ, മാതാപിതാക്കളോട് ഇഹ്സാനോടുകൂടിയാവണം നിന്റെ സഹവർത്തിത്വം എന്നുള്ള കൽപ്പനക്ക് എത്രമാത്രം വലിപ്പമുണ്ട്, എത്രമാത്രം ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ആ ആയത്ത് ഇങ്ങനെ ഓതിയത്. ഇനി നിങ്ങളും ഖുർആനിൽ ആ ആയത്ത് എടുത്തു വെച്ച് ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം ആ ആയത്ത് ഇങ്ങനെ ഊതി വെക്കേണ്ടി. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരപ്പെട്ട സംഗതിയോട് ചേർത്തു പറഞ്ഞത് എന്താണ്? നീ നിന്റെ മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി വർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിച്ചു, ഈ ലോകത്തിലെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞൂലേ, എന്തായിരുന്നു അത്? അസ്വലാത്തു ഫി അവ്വലി വഖ്തിഹാ, സമയത്ത് നിസ്കരിക്കലാണ്.
ചോദ്യകർത്താവ് വീണ്ടും ചോദിക്കുന്നുണ്ട്, സുമ്മ ഐ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മം ഏതാണ്? എന്താ മറുപടി പറഞ്ഞത്? ബിർറുൽ വാലിദൈൻ. പള്ളി ഉണ്ടാക്കലോ കോളേജ് ഉണ്ടാക്കലോ ഒന്നുമല്ല. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യലാണ്, അവരോട് നല്ല നിലക്ക് വർത്തിക്കലാണ്. അപ്പൊ ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, സുമ്മായി, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? എന്താ നിങ്ങള്? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദാണ്. അപ്പൊ എന്റെ ഉമ്മാനോട് എന്റെ ഉപ്പാനോട് ഞാൻ സ്നേഹത്തോടു കൂടി പെരുമാറുക എന്നത് ഏതിനേക്കാൾ വലുതാണ്? ജിഹാദിനേക്കാൾ. ഇതൊന്നുകൂടി വ്യക്തമാക്കി തരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ആവശ്യപ്പെട്ടു, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണം. പ്രവാചകൻ പറഞ്ഞു, നിന്നെ വിളിക്കാം സമയമാകുമ്പോ. അങ്ങനെ സമയമായപ്പോൾ അയാളെ വിളിച്ച് അയാൾ പ്രവാചകന്റെ മുമ്പിൽ വന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ. പ്രവാചകൻ അദ്ദേഹത്തോട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അയാൾ പറഞ്ഞു, മാതാവും പിതാവും ബാപ്പിയും ഉണ്ട്. വയസ്സായിട്ടുണ്ടോ? ഇത്തിരി വയസ്സായിട്ടുണ്ട്. ആരാ ഓരെ സംരക്ഷിക്കല്? ഞാൻ തന്നെയാണല്ലോ സംരക്ഷിക്കല്, വേറെ ആരുമില്ല. അപ്പോ നീ യുദ്ധത്തിന് പോയാൽ അവരെ ആര് സംരക്ഷിക്കും? അത് ബന്ധുക്കളും മറ്റുള്ളവരൊക്കെ നോക്കിക്കോളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകണം, നീ അവരെ സംരക്ഷിക്കണം. അപ്പൊ അയാൾ പറഞ്ഞു, റസൂലേ, എനിക്ക് രക്തസാക്ഷിയാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നിന്റെ മാതാപിതാക്കളെ പോയി അവരെ നല്ല നിലക്ക് നോക്കുക, അവിടെയാകുന്നു നിന്റെ രക്തസാക്ഷിത്വം. അല്ലേ? യുദ്ധത്തിൽ ശത്രുവിനോട് പോരാടുക എന്ന ഏറ്റവും മഹത്തായ നമ്മൾ ഗണിക്കുന്ന ആ ഒരു പ്രവൃത്തിയേക്കാൾ അള്ളാഹു മനുഷ്യന്റെ മേൽ നിർബന്ധമാക്കിയ കടമയാണ് അവന്റെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ പരിപാലിക്കുക, വർത്തിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളർ റബ്ബ് ഫീ റിളൽ വാലിദൈൻ വസുഖ്തുർ റബ്ബ് ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ ഇഷ്ടം നീ നിന്റെ മാതാപിതാക്കളെ എത്രമാത്രം തൃപ്തിപ്പെടുത്താൻ നിനക്ക് സാധിച്ചോ അവിടെയാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. അല്ലാഹുവിന്റെ കോപം നീ നിന്റെ മാതാപിതാക്കളെ എത്രമേൽ പ്രയാസപ്പെടുത്തിയോ അവിടെയാണ് അല്ലാഹുവിനോട് നിന്റെ കോപം. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടണോ? അതിനുള്ള മാർഗം മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക, അവർ തന്നോട് ഇഷ്ടമുള്ളവരാവുക എന്നതാണ്. അല്ല ആ മാതാപിതാക്കളെ വേദനിപ്പിച്ചും അവരെ പ്രയാസപ്പെടുത്തിയും അവരെ അലോസരപ്പെടുത്തിയും അവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാഹുവിന് അവനോട് ഒരിക്കലും ഇഷ്ടമില്ല. ക്രോധമാണ്, ദേഷ്യമാണ്, വെറുപ്പാണ്. അപ്പൊ കാര്യത്തിന്റെ ഒരേകദേശ കടപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ബാപ്പി ഉമ്മി, ആ ബാപ്പയോടും ഉമ്മയോടുമുള്ള ഒരു മകന്റെ കടപ്പാട്, ഒരു മകളുടെ കടപ്പാട് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ കടപ്പാടിൽ ഒന്നായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ലോകത്ത് പല ഭാഗത്തും സംരക്ഷിക്കാൻ ആളില്ലാത്ത, ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ട് ആർക്കും വേണ്ടാതെ വലിച്ചെറിയപ്പെട്ട് വൃദ്ധസദനങ്ങളിലും തെരുവോരങ്ങളിലുമൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന വൃദ്ധജനങ്ങൾ പലപ്പോഴും മക്കളാൽ വലിച്ചെറിയപ്പെട്ടവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വവും മാനവികതയും ഏറ്റവുമേറെ വിലമതിക്കുന്ന ഒരു മതം എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ തളർന്നു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് അവൻ ഒറ്റപ്പെടാതിരിക്കാൻ അള്ളാഹു നിശ്ചയിച്ച നിർബന്ധമായ ഒരു സംവിധാനമാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള തീർത്താൽ തീരാത്ത കടമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഏറ്റവും നല്ല സുഹ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും നല്ല പരിചരണം അത് ഈ ലോകത്ത് ആർക്കാ കിട്ടേണ്ടത്? എന്റെ ഏറ്റവും നല്ല പരിചരണം, സഹവർത്തിത്വം, എന്റെ സഹവാസം, എന്റെ സ്വഭാവം അത് ആർക്കാ കിട്ടേണ്ടത്? റസൂൽ പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മാക്കാണ്. സുമ്മമൻ, അയാൾ വീണ്ടും ചോദിക്കുക, പിന്നെ ആരോടാ? ഉമ്മുക്ക, നിന്റെ ഉമ്മാനോടാണ്. അയാൾ വീണ്ടും ചോദിക്കുകയാണ്, സുമ്മമൻ, പിന്നെ ആരോടാണ്? ഉമ്മുക്ക, എന്റെ ഉമ്മാനോട് തന്നെ.
അയാൾ വീണ്ടും ചോദിക്കേണ്ടത് സുമ്മമൻ, പിന്നെ ആരോടാ? അബൂക്ക്, എന്റെ ഉപ്പാനോട്. 3 വട്ടം. എന്റെ സ്വഭാവത്തിന്റെ ഏറ്റവും മനോഹരമായ സ്വഭാവം, എന്റെ പെരുമാറ്റത്തിന്റെ ഏറ്റവും മനോഹരമായ പെരുമാറ്റം, എന്റെ ഏറ്റവും നല്ല വാക്ക്, എന്റെ ഏറ്റവും നല്ല ചിരി, എന്റെ ഏറ്റവും നല്ല സംസാരം, അത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് എന്റെ ഉമ്മാക്ക, പിന്നെ എന്റെ ബാപ്പാക്ക, പിന്നെ മറ്റുള്ളവർക്ക. നമുക്ക് പലപ്പോഴും മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴേ നെറ്റി ചുളിച്ചുകൊണ്ടേ സംസാരിക്കുള്ളൂ, ദേഷ്യപ്പെട്ടുകൊണ്ടേ സംസാരിക്കുള്ളൂ. ചിരിക്കുന്ന ചിരികളൊക്കെ പെട്ടെന്ന് അസ്തമിച്ചു പോകും ഉമ്മാനോടും ഉപ്പാനോടും സംസാരിക്കുമ്പോ. വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാറിൽ കയറാൻ നേരത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 3 വയസ്സുകാരനോട് വെറുതെ ഒരു ചോദ്യം, എടാ അപ്പ പോവാണ്, ഇപ്പൊ വൈകുന്നേരം വരുമ്പോ എന്താ കൊണ്ടരണ്ടേ? കുട്ടി പറഞ്ഞ് ചോക്ലേറ്റിന്റെ ബ്രാൻഡൊക്കെ അറിയോൾക്ക്, വലിയ ബ്രാൻഡാ പറഞ്ഞേ, അത്യാവശ്യം പൈസയാവും, ആയിക്കോട്ടെ എന്നാ അപ്പാക്കൊരു ഉമ്മാട്ടിക്ക, ചോക്ലേറ്റ് കൊണ്ടുവരട്ടോ എന്നൊക്കെ പറഞ്ഞ് മോന്റെ ഒരു ഉമ്മയൊക്കെ വാങ്ങി കാർക്കാണ് കയറാൻ നേരത്തുണ്ട് പതിഞ്ഞ ഒരു വിളി, ഡാ, പേടിച്ച വിളിക്കുക. ഉമ്മാർക്കൊക്കെ മക്കളെ വിളിക്കാൻ പേടിയപ്പോ, കാരണം എങ്ങനെ വിളികൾക്ക് എന്ന് പറയാൻ പറ്റില്ലേ. എന്തേ ആ എന്തതിന്റെ ഒക്കെ ഒരു കനത്തിലിറങ്ങി. അപ്പൊ ഉമ്മ അങ്ങനെ പതുക്കെ വാതിൽ പൊളിയുമ്പോ അങ്ങനെ പറ്റി പിടിച്ചിട്ട് ഉമ്മ മെല്ലെ പറയും, മുഖം കുറച്ചേ കാണുള്ളൂ പുറത്തേക്ക്. ഇത് പിന്നെ ഉമ്മാന്റെ ആ ഗുളിക കഴിഞ്ഞിട്ട് കേട്ടോ, അതിങ്ങനെ ആ വേദനക്ക് അന്ന് വാങ്ങിയ ഗുളിക. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് 4 ദിവസമായി. ഇനിയിപ്പോ അത് പൈസ ചെലവാക്കണ്ടെന്ന് കരുതി ഞാൻ മിണ്ടാതെന്നതാ. പക്ഷെ അമ്മക്ക് നല്ല അന്തിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര വേദന. അമ്മയുടെ കുട്ടി ഒരു 10 ഉറുപ്പ്യക്ക് ഗുളിക ഒന്ന് വാങ്ങണ്ടിട്ടോ. നമ്മുടെ മകൻ വാങ്ങാൻ പറഞ്ഞ ചോക്ലേറ്റിന്റെ 4-1 മതിട്ടോ അമ്മാന്റെ ഗുളികക്ക്. എന്നാലും ആ ഉമ്മാക്ക് വേണ്ടി ആ 10 ഉറുപ്പ്യ ചെലവാക്കാനുള്ള വാക്കും കേട്ടപ്പോണ്ടൊരു ദേഷ്യം വരാം. എന്തിനാ നിങ്ങൾക്ക് മരുന്ന് പറഞ്ഞാ കേൾക്കൂല, മരുന്ന് ചെറുക്കി കുടിക്കൂല, ഒരു ഭാഗത്ത് ഇരിക്കാൻ വന്നാൽ ഇരിക്കൂല, മനുഷ്യന്റെ പൈസ കളയാൻ വേണ്ടി എന്തൊക്കെയോ. ആ 10 ഉറുപ്പ്യക്ക് എത്രയാ പറഞ്ഞാൽ പാവമ്മ. കൺകോണുകളിലെ കണ്ണുനീർത്തുള്ളികള് മറ്റാരും കാണാതിരിക്കാൻ, ചുണ്ടിലെ വിതുമ്പുന്ന വിതുമ്പലുകൾ ഒരാളും അറിയാതിരിക്കാൻ, തലയിലെ പുള്ളിത്തട്ടം കടിച്ചു പിടിച്ച് ആ ചുമരുമങ്ങനെ പറ്റിപ്പിടിച്ചു പോണ ഒരു പോക്കുണ്ട് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പാപം ഏതാണ്? നിങ്ങൾക്കറിയില്ലേ ഏതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ പാപം? അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. പിന്നെ ഏതാണ് റസൂലേ? പിന്നെ ഏതാണ് റസൂലേ? എന്താ മറുപടി? കൊലപാതകം, വ്യഭിചാരം, എന്താ പറഞ്ഞേ? ഉഖൂഖുൽ വാലിദൈൻ, ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ചീത്ത പറയലാണ്. കൊല്ലലാണെന്നല്ല, അവരെ കത്തിരുത്ത് കുത്തലാണെന്നല്ല, അടിക്കലാണെന്നല്ല, മാതാപിതാക്കളെ ചീത്ത പറയലാണ്, അവരോട് ദേഷ്യപ്പെടലാണ്, അവരെ വെറുപ്പിന്റെ ഭാഷയിൽ സംസാരിക്കലാണ്, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കലാണ്. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും കൊടിയ പാപമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുക. എത്ര ഗൗരവത്തോടു കൂടിയാണല്ലേ ആ കാര്യങ്ങൾ നമ്മൾ കാണേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾ എന്നത് അതിന്റെ വില അറിയണമെങ്കിലേ അവരാണ് ഇല്ലാതാവുക. ഞാനൊക്കെ ഇങ്ങനെ ഈ രാത്രിയൊക്കെ പ്രോഗ്രാം കഴിഞ്ഞാണ്ടൊക്കെ ഇങ്ങനെ 10-11 മണിക്ക് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോരുമ്പോ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എനിക്കൊരു ഫോൺ വരും. അത് ആളെ നോക്കാതെ എനിക്കറിയാം, എന്റെ ഭാര്യയൊക്കെ അറിയാം. ഒന്ന് വിളിച്ചു, ഒന്ന് കൊട്ടിയാൽ മതി. അസ്സലാമു അലൈക്കും. കുഴപ്പമില്ല. അവിടെ പിന്നെ അങ്ങോട്ട് അപ്പൊ അങ്ങനെ ഒരു 10 മണിക്ക് ഒരു ഫോൺ വരും. ആ ഫോൺ ഉറപ്പായിട്ടും എന്റെ ഭാര്യ കാര്യം, നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വീട്ടിൽ എത്തുക? ഞാൻ 10 മണിക്ക് എത്തും, എന്നാലും ഞങ്ങൾ കടക്കൂട്ടോ, നിങ്ങൾ വിളിച്ചോറെടുത്തൊക്കെ വേണ്ട, എന്നാ കടക്കൂട്ടോ എന്നൊരു വാർത്താനം. അത് ആ ഡയലോഗ് ഏകദേശം കാണാപാടാൻ അതെന്നെ കാരണം കറക്റ്റ് പറയാം. കാരണം മിക്ക ദിവസവും അതെന്നെ പറയുന്നുണ്ട്, അതെന്നെ നിങ്ങൾ കടന്നുകൊണ്ടെന്ന് പറയും. അത് കഴിഞ്ഞാൽ 11-11:30 ആവുമ്പോ ഒരു ഫോൺ വരും. അത് ഉറപ്പായിട്ടും ആ ഫോണ് മരമോനെ കാണാം. എവിടെ എത്തിയിട്ടുണ്ട്? ഞാൻ അവിടെ എത്തി. ആരാ ഡ്രൈവ് ചെയ്യണേ? ഡ്രൈവർ ഉണ്ട്. ഇത് ഉറങ്ങണുണ്ടോ? ഇല്ല ഡ്രൈവർ ഉറങ്ങണ നോക്കണ്ടിട്ടോ. ഇത് വല്ലതും കഴിച്ചിക്കണോ? അമ്മ കഴിച്ചിക്കണ്. എന്താ എന്റെ ഒച്ചക്കൊരു ക്ഷീണുണ്ടല്ലോ, എന്തെന്ന് പരിക്കണുണ്ട് എനിക്ക്? ഒരു ഉമ്മാന്റെ ബേജാർ. നിനക്ക് ആ വിളി വരാറില്ല. എന്റെ ഉമ്മ പോയി. ഇന്ന് എനിക്കൊരു പൂതിയാണ്. ഞാനിങ്ങനെ 10-11 മണിയാകുമ്പോ എന്റെ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കും. ഉമ്മ പണ്ട് വിളിച്ചിട്ട് നമ്പർ ഉണ്ടായിരുന്നു, വിളി വരുന്നുണ്ടോ? വരൂല. അതാണ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഇവിടെയൊക്കെ ഇരിക്കുന്ന ആജിമാരൊക്കെ
ഉമ്മാനോടൊക്കെ സംസാരിക്കുമ്പോ നെഞ്ചിന്റെ ഉള്ളിൽ ഒരു കോർത്തല. ഒന്ന് വിളിച്ചിട്ട് ഉമ്മ ഞാൻ ഇവിടെ ഇട്ടോന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിന്റെ മേലെ അതേറ്റവും മനസ്സിലാകുന്ന ആളാരേക്കാരങ്ങള് ഒരുപക്ഷെ നമ്മളെ പെണ്ണുങ്ങളെ പോലെ കൺഗ്രാജുലേഷൻ പറയാനോ താങ്ക്സ് പറയാനോ നമ്മളെ പറ്റി വർണ്ണിക്കാനോ ഒന്നും അമ്മക്ക് അറിയില്ല. പക്ഷേ അമ്മാന്റെ മുഖത്തുണ്ടാവുന്ന ഒരു മാറ്റമുണ്ടല്ലോ, അത്ഭുതകരമായ മാറ്റം. നമുക്ക് ഒരു വലിയ അംഗീകാരം കിട്ടുമ്പോ അങ്ങനെ ആലോചിച്ചു, ഇത് ആരോടെ ഒന്ന് പോയിട്ട് പറയാം, മക്കളോട് പറയാം, അതപ്പോ അല്ലെ ആർക്കൊരു പുരുഷത്തുണ്ടാവില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ഒരു ചെറിയ അംഗീകാരം നമ്മുടെ ബാപ്പാനോടും ഉമ്മാനോടും പോയി പറഞ്ഞാല് അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റം എത്ര വലിയ മാറ്റമല്ലേ. അതുകൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരോടും പറയണം, ഈ ലോകത്തിലെ ഏറ്റവും വില പിടിച്ച സാധനമാണ്. അതങ്ങോട്ട് ഇല്ലാതായണ്ടല്ലോ, അതുണ്ടാക്കുന്ന ഒരു ശൂന്യത ഉണ്ടല്ലോ, അത് നമുക്ക് എവിടുന്ന് നേടിക്കാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞ ഓരോ വാക്കും, ആ മുഖത്തേക്ക് നമ്മൾ തറപ്പിച്ചു നോക്കിയ ഓരോ നോട്ടം ഉണ്ടല്ലോ, പിന്നീട് നമ്മുടെ ഹൃദയത്തെ അങ്ങനെ കൊത്തി വലിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള മക്കളുണ്ടല്ലോ, അവർ മനസ്സിൽ കുറിച്ചു വെക്കുക, ഈ മാതാപിതാക്കളോളം ദുന്യാവിന്റെ മേലെ. ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കൽ ഞാൻ അവരോട് പ്രത്യേകിച്ച് പറയാറുണ്ട്, മക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത സ്വത്താണ് നമ്മുടെ മാതാപിതാക്കൾ. എപ്പോഴും ഒരുപക്ഷെ നമ്മളെന്ത് ബിസിനസ്സുകാർക്ക് അറിയില്ല, നമ്മളെ പറ്റി ഒന്നും അറിയില്ല, എങ്കിലും ആ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഈ വിശുദ്ധ ഖുർആനിലെ ഈ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് അള്ളാഹു പ്രയോഗിച്ച മനോഹരമായ ഒരു ശൈലി, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അള്ളാഹ് പറയണേ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് മുലകുടിയുടെ കാലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അവന്റെ ഉമ്മ പ്രയാസത്തിന്റെ മേൽ പ്രയാസം സഹിച്ച് 2 കൊല്ലം മുല കൊടുത്ത് അങ്ങനെ ഒരു പ്രാരാബ്ധത്തിന്റെ കഥ പറയുന്നത്. എന്തിനാണ് മാതാപിതാക്കളെ പറ്റി പറഞ്ഞിട്ട് ഉമ്മാനെ മാത്രം എടുത്തു പറഞ്ഞ എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അതിന് പണ്ഡിതന്മാരെ ഇവിടെ എന്താ നിങ്ങള്, നമുക്കൊക്കെ ബാപ്പാനോട് സ്നേഹം ഉണ്ടാവും ഉള്ളിൽ. എന്താ പറയുക, ഉപ്പായമായി തന്നെ ബാപ്പയാണ്, പൈസ തന്നെ ബാപ്പയാണ്, ടൂർ പോകാൻ പൈസ തന്നെ ബാപ്പയാണ്, പന്റെ കുട്ടിയാണ് എന്ന് പറയാനാണ് എല്ലാ ബാപ്പാർക്കും ഇഷ്ടം. പന്റെ കുട്ടിയല്ലേ ചോദിച്ചാല് പന്റെ കുട്ടി അത് പറയണം, അങ്ങനെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഒരു ഉമ്മ ഒരു കുട്ടിക്ക് വേണ്ടി സഹിച്ച വേദന ഉണ്ടല്ലോ, അത് ആ കുട്ടിക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. കാരണം ബാപ്പ ഓന്റെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങിയത് ഓൻ നടക്കാൻ പഠിച്ചതിന് ശേഷം അവന്റെ മനസ്സിലതുണ്ട്. പക്ഷെ ഉമ്മ അവന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ ഒരു കുട്ടിയുടെ മനസ്സിലാവുന്നതിന് മുമ്പുള്ള കാലത്താ. ഒരുപക്ഷെ ആ കുട്ടി ഉമ്മയുടെ വയറ്റിൽ ജീവിക്കാൻ തുടങ്ങിയ 1ാമത്തെ മിനിറ്റ് മുതൽ ആ ഉമ്മ വേദനയെ സഹിച്ചിട്ടുള്ളൂ അല്ലെ. എങ്ങനെ ഉമ്മ ഗർഭിണിയാണെന്ന് ഉമ്മ എങ്ങനെ ആദ്യം അറിഞ്ഞ്? വാതിലിന്റെ കട്ടിലുമ്പോ തല ഇറ്റിങ്ങാണ്ട് തലമിഞ്ഞി വീണ് തല പൊട്ടി താങ്ങി പിടിച്ച് ആശുപത്രി കൊണ്ടേ പരിശോധിച്ച് അവസാനം പറഞ്ഞു ഗർഭമുണ്ട്. അന്നറിഞ്ഞ് അന്ന് തുടങ്ങിയ വേദനയാ. ഈ കുട്ടിക്ക് വേണ്ടി ഉമ്മ വേദനയല്ലാതെ സഹിച്ചിട്ടില്ല. ഓർമ്മണ്ടോ ഈ ഉമ്മരൊക്കെ ഈ അസുഖമായിട്ടൊക്കെ കിടക്കുന്ന സമയത്തൊക്കെ ഈ മക്കൾ ഇങ്ങനെ പാല് കുടിക്കാൻ വേണ്ടി വല്ലാതെ വാശി പിടിക്കുമ്പോ വീട്ടിലെ മറ്റുള്ള സ്ത്രീകൾ പറയും ഉമ്മക്ക് സുഖല്ലടാ, ഇന്നാക്കിയാം, ഇത് തരാ അത് തരാ അത് തരാ. പക്ഷെ കുട്ടികൾ വാശി പിടിക്കും, പാല് തന്നെ കിട്ടണം, ഉമ്മാന്റെ പാല് കിട്ടണം. അപ്പൊ അവസാനം ഉമ്മ വരുന്നങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ കൊടുക്കുവാന് പാല് അറിയാം. ഉമ്മ അവശയായ ഉമ്മ എണീറ്റ് കുപ്പായത്തിന്റെ കുടുക്ക കഴിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മയുടെ മുലക്കണ്ണ് കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കൂലേ, ക്ഷീണിച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായ അമ്മ, ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ, ഉമ്മാന്റെ ഇടനെഞ്ചിൽ പാലൊന്നുമില്ല. പക്ഷെ കുട്ടിക്ക് വേണ്ടി ഉമ്മ ആ മുലക്കണ്ണ് കുട്ടിയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോ പാല് കിട്ടാതെ വരുമ്പോണ്ടേ ആ കുട്ടി മുളച്ചു വരുന്ന അരിപ്പല്ലുകൊണ്ട് ഉമ്മാന്റെ മുലക്കണ്ണിൽ കടിച്ചൊരു വലി അല്ലേ. മുല്ലപ്പൂമൊട്ട് പോലത്തെ പാൽത്തുള്ളികൾക്ക് പകരം ആ മുലക്കണ്ണില് ചോരത്തുള്ളികൾ പടരുമ്പോ ഉമ്മക്കൊരു പെടച്ചിലുണ്ട് അല്ലേ. ആ പെടച്ചിലും തന്റെ മടിയിലെ കുട്ടി വീണു പോകാതിരിക്കാൻ അവനെ ചേർത്ത് പിടിച്ച് കാലും അങ്ങനെ കുട്ടിയിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ അറിയോ? വേദനിപ്പിക്കല്ലടാ, ഉമ്മാക്ക് വേദനിക്കൂലേ അല്ലേ, കഴിക്കല്ലടാ, ഉമ്മാക്ക് വേദനിക്കൂലേ. എന്നിട്ട് ഇപ്പം നമ്മൾ ചില അമ്മമാരോട് ചോദിക്കുക നിങ്ങളൊക്കെ എന്താ എനിക്കും വേണ്ടി ചെയ്തത്. ചില മക്കൾ ചോദിക്കുക നിങ്ങളൊക്കെ എന്താ എനിക്കും വേണ്ടി ചെയ്തത്. ആ അമ്മ അവന് വേണ്ടി ചെയ്തത് അത് പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്ത് ഏത് ഭാഷക്കാ സാധിക്കുക അല്ലേ. അതുകൊണ്ട് അള്ള പറഞ്ഞേ ഉമ്മാനോടുള്ള കടപ്പാട് അള്ള പ്രത്യേകം എടുത്തു പറയാൻ എന്താ പറയുക, ആ ഉമ്മയോളം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ജന്മം ഈ ലോകത്ത് വേറല്ല. അതുകൊണ്ട് ഉമ്മാനോട് പെരുമാറുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഖിയാമത്ത് നാളിന്റെ അടയാളം ഈ ലോകത്ത് ഒരുപാട് തിന്മകൾ വ്യാപിക്കും എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തിന്മകളിൽ ഒന്നാണ് ഒരു കാലം വരുമ്പോ മനുഷ്യൻ ഭാര്യമാരെ ചേർത്ത് പിടിക്കും, ഉമ്മമാരെ ദൂരെ നിർത്തും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ദേഷ്യം തോന്നരുത്, നിങ്ങളൊക്കെ നാളത്തെ അമ്മമാരാ, അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഭാര്യയായിരിക്കാം, നാളെ ഒരു ഉമ്മയാവേണ്ടവരാ. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ നാളെകളിലേക്ക് ചേർത്ത് വെക്കുക. മനുഷ്യൻ തന്റെ ഭാര്യയെ അടുപ്പിച്ചു നിർത്തും, ചേർത്ത് നിർത്തും. കാര്യങ്ങളൊക്കെ അവരോട് പറയാം, എല്ലാം അവരോട് പറയാം. ഉമ്മ അങ്ങനെ അടക്കുവെന്നാണ്, എന്താടാ ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളോട് പറയില്ലേ. മനുഷ്യന്റെ സമയം കളയാൻ വേണ്ടി. എനിക്കൊരു സങ്കടകരമായ ഒരു അനുഭവം ഉണ്ട്. ഒരാള് പിന്നെ ഗൾഫിലൊക്കെ പോയിട്ട് എന്തോ ബിസിനസ്സൊക്കെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി. രണ്ടാമത് മൂപ്പര് ഗൾഫിക്ക് പോയിട്ട് ആ ഒരു മാസം തന്നെ പെട്ടെന്ന് നാട്ടിൽ തന്നെ തിരിച്ചു വന്നു. അപ്പൊ അദ്ദേഹം കുറെ പൈസ നാട്ടില് ഒരു ബിസിനസ്സിൽ ഇട്ടിരുന്നു. ആ ബിസിനസ് പൊട്ടി. ആ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇയാൾ നാട്ടിൽ വന്നിക്ക. പല ആൾക്കാരും വീട്ടിൽ വരുന്നുണ്ട്. വീട്ടിലാകെ ഗൂഢാലോചനയും ചർച്ചയും കൂടിയാലോചനയും ഒക്കെ നടക്കുന്നുണ്ട്. ഈ 3 വയസ്സായ ഉമ്മ ഉണ്ട്, ബാപ്പ നേരത്തെ മരിച്ചു പോയി. അപ്പൊ ഈ ഉമ്മക്ക് ഇതൊന്നും മനസ്സിലാവണില്ല, എന്താ ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഈ അമ്മ ചോദിച്ചു, ഉമ്മ അങ്ങനെ ചെല്ലുമ്പോ അവിടെ സംസാരം ഇങ്ങനെ നിൽക്കും. ഉമ്മ ഒന്നും കേൾക്കുന്നില്ല, ഉമ്മ ഒന്നും മനസ്സിലാവണില്ല. അപ്പോ ഒരു 6-7 വയസ്സുള്ള കുട്ടിയുടെ പെൺകുട്ടി, ആ പെൺകുട്ടിയോട് ഉമ്മ ചോദിച്ചു, ഇത് ഉമ്മക്ക് സഹിക്കാൻ കഴിയാൻ ചോദിച്ചമ്മ, മോളെ ഈ രാത്രി കിടക്കുമ്പോ ബാപ്പി ഇമ്മി എന്താ വിഷയം സംസാരിക്കണേ മോള് കേട്ടുക്കണോ? ഈ പെൺകുട്ടി ഇതിങ്ങനെ തന്നെ ഓളെ ഉമ്മാനോട് പറഞ്ഞു. എന്നോട് ഉമ്മമ്മ ചോദിച്ചു രാത്രി കിടക്കുമ്പോ ഇമ്മി എന്താ സംസാരിക്കല്. ഈ സ്ത്രീ അത് നെഗറ്റീവായിട്ട് എടുത്ത് അവര് ഭർത്താവിനോട് പറഞ്ഞു, എന്തൊരു ഉമ്മങ്ങള് നമ്മള് ബെഡ്റൂം സംസാരിക്കണമൊക്കെ കുട്ടികളോട് ചോദിച്ചു മനസ്സിൽ വൃത്തിയട്ട അമ്മ എന്നൊക്കെ പറഞ്ഞു. ഇയാളാവട്ടെ ഈ ദേഷ്യം ഉമ്മാനോട് ശരിക്കാൻ തീർത്ത് ഉമ്മ വീട്ടിൽ നിന്ന് ഒരു കടലാസ് തുണിയും കുപ്പായൊക്കെ പൊതിഞ്ഞുകൊണ്ട് ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ഈ പ്രശ്നത്തിലാണ് ഞാൻ ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ കേട്ടപ്പോ ഞാനും ഉമ്മനോട് ചോദിച്ചു, മങ്ങൾ എന്തിനാ കുട്ടികളോട് അങ്ങനത്തെ ചോദിക്കണേ? അതിൽ ഉമ്മനോട് പറഞ്ഞു, പൊന്നാരമനെ കുറച്ച് ദിവസമായിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുക, ആരൊക്കെയോ വരുന്നു പോണ്, എന്തൊക്കെയോ സംസാരം, എനിക്കൊന്നും അറിയണില്ല, എന്നോടൊന്നും പറയണില്ല. ഞാൻ കേൾക്കാൻ ശ്രമിക്കുമ്പോ സംസാരങ്ങൾ നിന്നു പോകുക. എന്താണ് ഈ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഞാൻ മോളോട് ഒരു എന്തേലും കിട്ടാൻ വേണ്ടി മോളോടും ചോദിച്ചത്, അല്ലാതെ എനിക്ക് പോലെ കിടപ്പറ അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, ഞാൻ അത് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അപ്പൊ ഞാൻ ഈ മകനെ വിളിച്ചോടാ, എനിക്ക് ഉമ്മാനോട് ഈ വിവരം ഒന്ന് പറഞ്ഞൂടെ, അന്നത്ര വലുതാക്കിയ ഉമ്മ ഇതെന്താന്ന് അറിയാതെ അങ്ങനെ ഉമ്മ ഇങ്ങനെ കൂട്ടിലിട്ട സിംഹം പോലെ പെരീ കൂടെ പാഞ്ഞെടുക്കണ ഈ കാണുന്നില്ലേ? അപ്പൊ ആ മകനോട് പറഞ്ഞേ, എന്താ ഉസ്താദ്, അല്ലെങ്കിൽ തന്നെ തലയിൽ തീ പിടിച്ച് അടക്കുക, ഇതൊക്കെ പാടെ ഞാൻ ഇന്ന ബിസിനസ് ഇത്ര പൈസ ഇറക്കി അത് പോയി എന്റെ ഉമ്മാക്ക് വല്ലതും തിരിയോ? ഞാനത് പറയുന്ന സമയം അങ്ങോട്ട് പോയി കിട്ടുക എന്നല്ലാതെ ഉമ്മാക്ക് എന്തെങ്കിലും തിരിയോ? തിരിഞ്ഞ എന്റെ ഉമ്മാക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? വെറുതെ എന്റെ സമയം കളയാന്നല്ലാതെ എന്തിനാ ഉമ്മാക്ക് ഉണ്ടാന്നാ പോരെ? ഉമ്മാക്ക് അറിയേണ്ട കാര്യം ഉമ്മാനോട് പറയില്ല, ഉമ്മ എന്തിനാ ഇടപെടുന്നത്? ഉമ്മാനെ കുറിച്ച് രൂക്ഷമായി സംസാരിച്ചു. ഞാൻ ആ മോനോട് പറഞ്ഞു, പൊന്നാരമനെ, ഒരു പക്ഷേ നീ ഇറക്കിയ ബിസിനസിനെ കുറിച്ചോ നീ ഇറക്കിയ പണത്തിന്റെ വലിപ്പത്തെ കുറിച്ചോ അമ്മക്കൊന്നും അറിയില്ല. അതെങ്ങനെ തിരിച്ചു പിടിക്കുക, ഒരു 5 പൈസ സഹായിക്കാൻ ആ ഉമ്മക്ക് കഴിയും, അമ്മ പാവാ. പക്ഷേ ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാര കുപ്പായത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് യശാബാങ്കും കാത്തിരിക്കുമ്പോ ആ നരമ്പ് പൊന്തിയ ആ മെലിഞ്ഞ കൈവിരലുകൾ ആകാശത്തേക്ക് ഉയർത്തി ആ നിസ്കാര കുപ്പായത്തിന്റെ ഉള്ളിൽ നിന്ന് ആ ഉമ്മ, പടച്ചോനെ എന്റെ കുട്ടിക്ക് ആപത്തൊന്നും വരുത്തരുതേ, കാക്കണേ റബ്ബേ എന്ന് ഒരൊറ്റ പ്രാർത്ഥന ആ ഉമ്മ നടത്തിയാൽ ഈ ലോകത്തിലെ ഏതൊരു പ്രശ്ന പരിഹാര കോടതി നിനക്ക് നൽകുന്ന പരിഹാരത്തെക്കാൾ വലുതാട്ടോ എന്റെ അമ്മാന്റെ പ്രാർത്ഥന. കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ്. അപ്പൊ പലപ്പോഴും നമ്മളൊക്കെ വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഉമ്മ അറിയണില്ല, ബാപ്പ അറിയണില്ല. ഇങ്ങനെ അവരറിയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവരെ അടുപ്പിക്കുന്നില്ല, അറിയിക്കുന്നില്ല. അല്ലെ? പ്രവാചകന്റെ 2ാമത്തെ വാക്കെന്താണ്? ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കൾ അടുപ്പിക്കപ്പെടും, പിതാക്കൾ അകറ്റപ്പെടും. ഏത് കാര്യം കൂട്ടുകാരെ ചെയ്യാം. ഞാൻ ഓന് വരും, ഇവിടെ വരും. ഞാനൊരു ഉദാഹരണം പറയട്ടോ. ഞാൻ വീട്ടിൽ കല്യാണത്തിന് പോയേ. അപ്പൊ ഞാൻ പക്ഷെ നേരത്തെ എത്തി. നിക്കാഹിന് എന്നോട് 10 മണി പറഞ്ഞ പുതിയാപ്പിള 11 എനിക്ക് ദേഷ്യമൊക്കെ വന്ന് ഞാനിങ്ങനെ വരാന്തയിൽ ഇരിക്കുമ്പോ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരാന്തയിൽ കസരട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, പ്രായമുള്ള ഒരാള്. അപ്പൊ എന്നോട് അയാൾ പരിചയപ്പെടുത്തി, ഇത് വാപ്പേട്ടോ. ബാപ്പ അങ്ങനെ ഒരു പഴയ മാതൃഭൂമി പത്രമൊക്കെ വായിച്ചിരിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് വർത്താനം പറഞ്ഞു, ഞാനും നേരം വൈകിയ മൂഡ് ഓഫിൽ ഞാനും അടങ്ങി ഇരിക്കാം. അപ്പൊ ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല എവിടുന്നപ്പോ ഈ പെണ്ണിന്റെ പെരവിടെയാണ്? അപ്പൊ ഈ ആള് പറഞ്ഞു, ഈ കഥ അത്ര അറിയില്ല, ഓലോടൊക്കെ ഒന്ന് ചോദിച്ചു. ഓലോ പറഞ്ഞാൽ മറ്റേ തുണക്കാരാ. ഓലോടൊക്കെ ചോദിച്ചു, ഓലൊക്കെയാണ് ഉണ്ടാക്കിയ കല്യാണം, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അയാൾ
കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരാൾ വന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല എപ്പോഴാ എപ്പോഴാ അപ്പോൾ ഇയാൾ അതേ ഉത്തരം പറയണേ, അതിപ്പോ എപ്പോഴൊക്കെ അറിയില്ല, നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കി, ഞാനത് അത്ര അറിഞ്ഞിട്ടില്ല. അയാൾ പോയിട്ടോ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിയുമ്പോ മൂന്നാമത്തെ ചോദ്യം ഇയാളെ നേരെ, ബാപ്പല്ലേ ഇയാളെ നേരെ ചോദ്യങ്ങള്, അല്ല എത്ര കിലോ അരി വെച്ചിരുന്നു? ഇയാളെ ഒറ്റ കരച്ചില്, ഇയാൾക്കൊന്നും അറിയില്ല, ഇയാളോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇയാളോട് പറഞ്ഞെന്താ പറയുക, നിങ്ങളൊന്നും ഇടപെടണ്ട, അണ്ടിപ്പാഞ്ഞ് കയ്യും കാലം മുറിച്ച് മനുഷ്യന് പണിയാവും, ഒരു ഭാഗത്ത് ഇരുന്നോളി, അതൊക്കെ കൂടെ ചെയ്യാൻ ആളുണ്ട്. ആരാറിങ്ങള് ഇന്നലെ മിനിഞ്ഞാന്ന് ജീവിതത്തിലേക്ക് കയറി വന്ന സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തെ മൊത്തം ഏറ്റെടുക്കുമ്പോ, പ്രസവിക്കുന്ന ദിവസത്തിനു മുമ്പേ മകന്റെ വളർച്ച സ്വപ്നം കണ്ട് പ്രസവിക്കുവാൻ വേണ്ടി പ്രസവ മുറിയിൽ ഉമ്മങ്ങനെ നീങ്ങി നെരുങ്ങി വേദനിച്ച് നിലവിളിക്കുമ്പോ നിൽക്കപ്പൊറുതിയില്ലാതെ വീടിന്റെ വരാന്തയിലൂടെ കൂട്ടിലിട്ട വെരുകിനെ പോലെ നടന്ന ഒരു മനുഷ്യണ്ട്. അയാളെ പേരാ ബാപ്പ. ആ ബാപ്പാനെ നമ്മൾ മാറ്റി വെക്കണേ, മറച്ചു വെക്കണേ അല്ലേ? അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞേ, ഖിയാമത്ത് നാളാകുമ്പോൾ ഇത് രണ്ടും സംഭവിക്കുന്ന. അതുകൊണ്ട് ആർക്കും ദേഷ്യം തോന്നരുത്. ജീവിതത്തിൽ അടുപ്പിച്ച് നിർത്തേണ്ട ചേർത്ത് പിടിക്കേണ്ട രണ്ട് ജന്മങ്ങളാണ് ആ ബാപ്പയും. അത് അള്ളാഹുവിന്റെ കൽപ്പന എങ്ങനെ, വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾക്കറിയാം ഇഹ്സാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നല്ലേ? അറിയാം ഇഹ്സാൻ? പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് ജിബ്രീൽ, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ എന്താ പ്രവാചകന്റെ മറുപടി അറിയാം? അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അർത്ഥം എന്താ അറിയോ? ഇതൊരു ആപ്തവാക്യം പോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു വാക്കാ. എന്താ അർത്ഥം എന്നറിയോ? നീ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ അള്ളാഹുവിനെ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആരാധിക്കണം. കാരണം നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. ഒരു കള്ളത്തരം നടക്കൂല. അതുകൊണ്ട് കൃത്യമായി ചെയ്യണം. ആ പദമാണ് മാതാപിതാക്കളോടുള്ള പരിചരണത്തിന്റെ പദമായി അള്ളാഹ് പ്രയോഗിച്ചത്. എന്താ അറിയോ? മാതാപിതാക്കളെ പറ്റിക്കാൻ എളുപ്പ. എന്തൊരു കാര്യം ഈ എവിടെയാടാ അബ്ബ, ഞാൻ ആകെ തിരക്കിലേനി, ഞാൻ ഇന്ന് രാവിലെ നിങ്ങളത് വിളിക്കണം തീരുമാനിച്ച്, ഉച്ചക്ക് വരണം തീരുമാനിച്ച്, ഇന്ന് അന്തിക്ക് നിങ്ങളൊപ്പം ചോറ് നടന്നും, രാത്രി നിങ്ങളൊപ്പം കടക്കണം എന്നൊക്കെ വിചാരിച്ച്. എവിടെ വിചാരിച്ചിന്? ഓനത് വിചാരിച്ചിട്ടേ അല്ല. പാവമ്മ പറയുന്ന അമ്മാന്റെ കുട്ടി തിരക്കൂട്ടണ്ട, അമ്മാന്റെ കുട്ടി ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതിട്ടോ, എവിടെ ഉള്ളതെന്ന് അറിഞ്ഞാൽ മതി. പാവമ്മ അമ്മാനെ പറ്റിക്കാൻ അത്ര എളുപ്പം. നമ്മളൊക്കെ പെരുന്നാക്ക് തുണി എടുക്കാൻ പോകുമ്പോഴേ ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് അങ്ങനെ കുപ്പായൊക്കെ മീറ്ററിന് ലീനൻ 1500, 2000, 3000 ഒക്കെ മീറ്ററിലുള്ള തുണിയൊക്കെ മുറിച്ചെടുത്ത് അവസാനം ബില്ലാക്കാൻ വേണ്ടി താഴെ വരുമ്പോ പെണ്ണുങ്ങൾ പറയും, പിന്നെ ഉമ്മ പറഞ്ഞിനി ബാപ്പാക്കൊരു കുപ്പാശീലെടുക്കാം, ഞാൻ അത് എടുത്തിട്ടില്ലെങ്കിൽ യാതൊരു സുഖം ഉണ്ടാവില്ല, നിങ്ങളൊരു കുപ്പാശീലെടുത്തോളി. അപ്പൊ നമുക്ക് കുപ്പായ എടുക്കാൻ 4ാമത്തെ ഫ്ലോറിലാ പോയത്. ജെൻസ് ലീനൻ. ബാപ്പാന്റെ കുപ്പായം ഗ്രൗണ്ട് ഫ്ലോർ തന്നെ ഉണ്ട്. പോളിസ്റ്ററിന്റെ കളറുള്ള ശീലുണ്ടാവും. അതിനൊരു കള്ളിത്തുണി മുറിച്ചെടുക്കും, മീറ്ററിന് 60 രൂപ. എന്നിട്ട് ബാപ്പാനെ തന്നെ ഇത് ബാപ്പ, ഇത് മീറ്ററിന് 1000 രൂപ വില. ഓ ബാപ്പാന്റെ കുട്ടി അടങ്ങാറാകണ്ടില്ലേ, ബാപ്പയ്ക്ക് എന്തിനാണ് അത്ര വില കൂടിയതൊക്കെ? ഇത് ബാപ്പ അങ്ങാടി പോയിട്ട് ചായക്കടയിൽ മകൻ വാങ്ങിയതാ 1000 രൂപേന്റെ കുപ്പായ, ചായക്കടയിൽ നിന്ന് ചെറിയ. കാരണം കോളനിയിലുണ്ട് അതേ കുപ്പായം 60 രൂപയ്ക്ക്. ബാപ്പ നമ്മളെ വിശ്വസിച്ചതാ അല്ലേ? അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞേ, മാതാപിതാക്കളോട് പെരുമാറുമ്പോഴേ ഈ ഇഹ്സാനോട് കൂടി പെരുമാറണം. എന്താണ്? ഒരു തട്ടിപ്പ് നടക്കൂല, പടച്ചോ സാക്ഷിയാണ്. അപ്പോ പറ്റിക്കാൻ നിൽക്കരുത്. ഒരു സങ്കടം ഉണ്ട്. എന്താ പറയുക, പിന്നെ ബാപ്പാക്ക് ലേശം പ്രായത്തിൻ്റെ കൂടിയിങ്ങനെ. അപ്പോ ബാപ്പ അങ്ങനെ വീൽ ചെയറിൽ അങ്ങനെ ഉള്ളിൽ കൂടെ വരും പോക്കൊക്കെ. അപ്പൊ ബാപ്പ അങ്ങനെ സാധാരണ 7 മണിക്കൊന്ന് പുറത്തിറങ്ങും, ഉമ്മ കൂടെ ഉണ്ടാവുക. അപ്പൊ ബാപ്പ ഇങ്ങനെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സ്ഥലത്തിന്റെ അങ്ങേ ഭാഗത്ത് ഇങ്ങനെ ഒരു 4-5 ആൾക്കാർ ഇങ്ങനെ കൂടിക്കണം. അപ്പോ ബാപ്പ ചോദിച്ചു ഉമ്മാനോട്, എന്താണ് 4 ആളെ കാണാണ്ടല്ലോ, എന്താ? ഉമ്മ പറഞ്ഞ അത് എന്തേലും വർത്താനം പറഞ്ഞേക്കാൻ ആൾക്കാർ അല്ലേ, ഓലോടെ 4 ആൾ എന്തോ എടുക്കുകയാണല്ലോ, അതെന്തേലും കരങ്ങളോട് പോന്നാണ് നിങ്ങളെ കണ്ടാൽ ഉമ്മ ഉന്തി ഉള്ളിൽ തന്നെ. അപ്പൊ എന്താ വെച്ചാല് സ്ഥലം വിൽക്കുക, 10 സെന്റ്. ബാപ്പാനോട് പറഞ്ഞിട്ടില്ല. ബാപ്പാനോട് പറയാതെ മക്കൾ സ്ഥലം വിൽക്കുക. ഉമ്മാനോട് പറഞ്ഞിട്ടാണ്, ഇനി ബാപ്പാനോട് പറയട്ടോ, പറഞ്ഞാ ബാപ്പ വിൽക്കാൻ അയക്കൂല. ഉമ്മ അതിന്റെ ഇടയ്ക്ക് കുടുങ്ങിയേക്കുക. ബാപ്പാനൊപ്പം നിൽക്കണോ മക്കളൊപ്പം നിൽക്കണോ എന്നറിയാതെ ഉമ്മ ഇടയിൽ കുടുങ്ങിയേക്കുക. എന്നിട്ട് അമ്മ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞ്, ഞാൻ ഈ ചെയ്യണിന് പടച്ചോ എനിക്ക് മാപ്പ് തരുമോ? ഞാൻ തെരലുണ്ടാവൂല. കാരണം നിങ്ങൾക്ക് മക്കളെക്കാൾ കടപ്പാട് നിങ്ങളെ കെട്ടിയവനോടാ. ആ കെട്ടിയവനെ ചതിച്ചിട്ട് നിങ്ങൾ ഏത് മക്കളെ തൃപ്തിപ്പെടുത്താൻ നോക്കണേ അല്ലേ? അപ്പൊ ഞാൻ എന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മാതാപിതാക്കളോട് നമ്മൾ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ പെരുമാറ്റമാണ് പെരുമാറേണ്ടത്. ഇനി അത് ഏറ്റവും രസകരമായ സ്ഥലങ്ങൾ. ഈ മാതാപിതാക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാവണം എന്ന് അല്ലാഹു തആല പറയുന്നിടത്ത്
ആദ്യം പറഞ്ഞ മര്യാദ എന്താ? നിങ്ങൾ മാസാമാസം മിംസ് കൊണ്ടുപോയിട്ട് ചെക്കപ്പ് എടുക്കണമെന്നോ, സ്കാൻ ചെയ്യണമെന്നോ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു കുഴിമന്തി വാങ്ങി കൊടുക്കണമെന്നോ, കൊല്ലത്തിലൊരിക്കലും ഊട്ടിക്കോ മൈസൂർക്കോ ടൂർ കൊണ്ടുപോകണമെന്നോ, ഇതൊന്നും അല്ല പറഞ്ഞു. മാതാപിതാക്കളോടുള്ള മക്കളുടെ കടമകൾ എങ്ങനെയാവണം എന്ന് പറയുന്നിടത്ത് ഒന്നാമതായിട്ട് റബ്ബ് എന്താ പറഞ്ഞ നിങ്ങള്? വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ. എന്താ നിങ്ങള്? വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ കൽപ്പന നിങ്ങളുടെ മാതാപിതാക്കളോട് എന്താ ഉഫ്ഫിൻ പറഞ്ഞാൽ എല്ലാവരും അത് എവിടുന്നോ കിട്ടിയത് അർത്ഥം. ഉഫ്ഫിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ നിങ്ങള്? നമ്മുടെ വെറുപ്പ് മറ്റൊരാളെ അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ലളിതമായ പദം. എന്തിനാ ഇത് വന്നു ചോദിച്ചു നമ്മള്? അതിനാണ് എന്ന് പറയാം. അതൊരു ശൈലിയാണ്. ആ ഒരു സംസാരം പോലും നിന്റെ മാതാപിതാക്കളോട് ഈ നടത്തരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാതാപിതാക്കളെ വേദനിപ്പിക്കലാണ് ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റം. നമ്മളാരും നമ്മുടെ മാതാപിതാക്കളെ അടിച്ചിട്ടില്ല, കല്ലെടുത്തെറിഞ്ഞിട്ടില്ല, കുത്തിയിട്ടില്ല, ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യണം കേട്ടോ. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് അറിയണ്ടേ? ചിലപ്പോ നമ്മളോട് പറയും ഇതിന്റെ കുട്ടിയാണ്, മക്കളെ കൂട്ടത്തിൽ എന്നോട് എനിക്ക് ഏറെ ഇഷ്ടം, നിന്നോട് പറയും അത് വേറെ ആരോടും അങ്ങോട്ട്. അപ്പൊ ശരിക്കും നമ്മളെ വാപ്പാക്കും ഉമ്മാക്കും നമ്മളോട് എന്തെങ്കിലും നീരസോ വെറുപ്പുണ്ടോ എന്നൊന്നും അറിയണ്ടേ? അത് അറിയേണ്ടത് ആവശ്യമല്ലേ? ആണ്. അത് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു മാർഗമുണ്ട്. എന്താ നിങ്ങള്? നമ്മുടെ വാപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ അവരോട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കണേ ചില സുഹൃത്തുക്കൾ ഉണ്ടാവും, സമപ്രായക്കാരായ ചില സുഹൃത്തുക്കൾ, കുടുംബത്തിലും അയൽപക്കത്തൊക്കെ. അതിലൊരാളോട് മെല്ലെ പറയാം, കാക്കങ്ങള് ഒരു കാര്യം ചെയ്യണം, ബാപ്പാന്റെ അടുത്ത് ചെല്ലുമ്പോഴേ എന്നെ പറ്റി ചോദിക്കണം കേട്ടോ. എന്താ അപ്പൊ മൂത്ത മകൻ കുഞ്ഞാമൂട്ടിപ്പോ എന്താ പെരീക്കൊക്കെ വരാറുണ്ടോ, നോക്കാറുണ്ടോ? ഒന്ന് ബാപ്പാനെ കൊണ്ട് ചോദിക്കുക. ഞങ്ങളുടെ നാട്ടില് ഒരു ബാപ്പാക്ക് 2 മക്കളുണ്ട്. ഒരാൾ സ്കൂൾ മാഷ, ഒരാളൊരു നാടൻ കൂലിപ്പണിക്കാരനൊക്കെ ഏട്ടൻ. ഈ മൂത്ത മകന്റെ അടുത്ത ബാപ്പ നിൽക്കുന്നു കേട്ടോ. ഈ സ്കൂൾ മാഷ് വേറെ സ്ഥലത്ത് വീടിച്ച് താമസിക്കാം. ഈ സ്കൂൾ മാഷ് എന്ത് ചെയ്യുന്ന നിങ്ങള്? ഈ മാസം ശമ്പളം കിട്ടുന്ന അന്ന് ബാപ്പാനെ കാണാൻ വരും. ഒരു 100 ഉറുപ്പിയും ഒരു ദശമുദാർഷത്തിന്റെ കുപ്പിയൊക്കെ കൊടുത്ത് കണ്ട് മൂപ്പര് ബാപ്പാനൊക്കെ വർത്താനം പറഞ്ഞ് പോകല്. അപ്പോ ഈ മറ്റേ ഫുള്ള് നോട്ടം ഈ മൂത്ത മകനാ, ആശുപത്രി കൊണ്ടുപോലും കുളിപ്പിക്കലൊക്കെ. അപ്പൊ ഒരാൾ ചോദിച്ചു, എങ്ങനെ മക്കളൊക്കെ എങ്ങനെ? അപ്പൊ മൂപ്പര് പറഞ്ഞത്, നിങ്ങള് മൂത്തോനെ കൊണ്ട് ഒരു കാര്യമല്ല, ഓനൊരു പൊട്ടനാണ്. എന്തേലും കിട്ടണമെങ്കിൽ ചെറിയോൻ വരണം, ഓൻ വന്നാൽ 100 ഉറുപ്പിയിലും കിട്ടും, മറ്റവനെ കൊണ്ട് ഒരു ഉപകാരമില്ല. നിങ്ങള് 360 ദിവസം നോക്കണേ മൂപ്പര. അപ്പൊ അങ്ങനെ ചില ധാരണപ്പശകൾ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബാപ്പാരെ കൊണ്ട് ഉമ്മയും നമ്മളെ കുറിച്ച് അവർ എന്ത് ധരിക്കുന്നുണ്ടെന്ന് വെറുതെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചോദിക്കുമ്പോ ഒരു 80% ബാപ്പാരിമാരും മറുപടി എന്താ? നിങ്ങള് ഓൻ കുഴപ്പമൊന്നുമില്ല, നല്ലോനാ, പക്ഷേ ഓന്റെ വർത്താനം സഹിക്കാൻ പറ്റുന്നില്ല. ഓനും ഓന്റെ കുട്ടിയോളും ഓരോ നാവുണ്ടല്ലോ, അത് സഹിക്കാൻ പറ്റില്ല. വലിയൊരു പഴയ പെരയിൽ ബാപ്പിയമ്മി മക്കളും പാർക്കുന്നതേ. ആ പെരന്റെ മുമ്പിലെ മകൻ വലിയൊരു വീട് വെച്ചിട്ട്, വലിയ വീട്. ആ വീട്ടിൽ മകനും കുടുംബം താമസിക്കുന്നുണ്ട്. ഈ ബാപ്പാനി ഇമ്മാനി എങ്ങനെ വിളിച്ചിട്ട് ഈ പെരയ്ക്ക് വരുന്നില്ല. അപ്പൊ നാട്ടുകാരിങ്ങനെ പറയാൻ തുടങ്ങി, ഇങ്ങനെ വലിയ മളിയപ്പെരി പാർത്തോ, ബാപ്പി ഉമ്മിയ പൊന്നാടനായ പെരയിലല്ലേ. അപ്പൊ ആ മകൻ്റെ അടുത്ത് വന്നു, നിങ്ങൾ ഒന്ന് പറയോ ബാപ്പാനോടും ഉമ്മാനോടും, നീ പെരയ്ക്കൊന്ന് വരാൻ, ഞാൻ എന്താ അവർക്ക് ചെയ്തിട്ടുണ്ടേ ഒന്ന് വരാൻ പറയോ. അങ്ങനെ ഞാൻ ഈ ബാപ്പാനോടും ഉമ്മാനോടും എന്താ നിങ്ങൾ ഇങ്ങനെ മകനെ പറ്റി നാട്ടുകാർ അത്ര ഇഷ്ടപ്പെട്ട് നിങ്ങളെ വിളിക്കല്ലേ, നിങ്ങൾ പോയിക്കൂടെ അങ്ങോട്ട്, അവിടെ റൂമും കാര്യവും സൗകര്യമൊക്കെ ഉണ്ട്, ഇവിടെ 2 ഒറ്റയ്ക്ക് ഇടങ്ങേറാവണോ? അപ്പൊ ഉമ്മനോട് ബാപ്പൊന്നും കൊണ്ടില്ല. ഉമ്മ എന്താ പറഞ്ഞാൽ, നിങ്ങള് സാറേ ഒരു കുഴപ്പമില്ല, പക്ഷേ ഓന്റെയും ഓന്റെ കെട്ടിയുടെ ഒക്കെ വർത്താനം ഉണ്ടല്ലോ, ചില വർത്താനം കേൾക്കുമ്പോഴേ നെഞ്ചിൽ കത്തിരുത്ത് കുത്തുന്ന വർത്താനം, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാത്തത്. നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളെ ഏറ്റവും വേദനിപ്പിച്ചത് ഈ നാവുകൊണ്ടേക്കാണ്. ഒരു സംസാരം, ഒരു വാക്ക്, അത് നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ടാക്കുന്ന വേദന ഉണ്ടല്ലോ, അത് താങ്ങാൻ കഴിയാത്ത വേദനയാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ ഒന്നാമത്തെ കൽപ്പന, മാതാപിതാക്കളോട് വെറുപ്പിന്റെ വാക്ക് സംസാരിക്കരുത്. അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കരുത്. പെണ്ണുങ്ങളും ഉമ്മയും കച്ചറുണ്ടാവും കിടക്കിടക്കില്ല ഒറ്റക്ക് ഒപ്പം പാർക്കുമ്പോ. അപ്പൊ നമ്മളെന്താ പറയാ, 2 ഞാൻ നന്നായി ചീത്തറിഞ്ഞ, 2 ഒരേപോലെ അല്ല പറയണ്ടേ. പെണ്ണുങ്ങളോട് പറയാവുന്ന ഒരു ശൈലി ഉണ്ട്, ആ ശൈലി ഉമ്മാനോട് പറയാൻ പാടില്ല. അമ്മ നിങ്ങൾ എന്നെ ഇടങ്ങാറാക്കണേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് ഉമ്മാന്റെ കുട്ടിയായി ഞാൻ ഇടങ്ങാറാവില്ല എന്നുള്ള രൂപത്തിൽ ഉമ്മാനോട് അങ്ങനെ സംസാരിക്കാവൂ. ഉമ്മാനോട് സംസാരിക്കാൻ ശൈലിയുണ്ട്, പദമുണ്ട്, രീതിയുണ്ട്, അള്ളാന്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം
പണ്ടൊരിക്കൽ പറഞ്ഞത് എവിടേക്കോ വൈറലായി നിങ്ങളൊക്കെ കേട്ടക്കും. എന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ സദസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള അദ്ദേഹത്തിന് മൊബൈൽ ബിസിനസ്സാണ്. ആ ഒരു സുഹൃത്തിന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോൺ റിങ് ചെയ്തപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞേ, മോര് ഇവിടെ നിൽക്കട്ടെ, ഞാൻ എന്റെ ഫോൺ നിൽക്കട്ടെ, ഇല്ലെങ്കിൽ ഉമ്മപ്പ എടുത്തുകൊണ്ട് വരും പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിച്ചു, എന്താ ഉമ്മടുത്ത് എന്താ ഭാര്യ എടുക്കുക പറഞ്ഞാൽ ചിലപ്പോൾ ചില കോള് ഭാര്യമാരെടുത്താല് വിശദീകരണം കൊടുക്കാൻ കുറെ നേരം വേണ്ടി വരും. ഉമ്മടുത്തപ്പോ എന്താ പ്രശ്നം? അപ്പോ അയാൾ ഓടി വീടിന്റെ വരാന്തയിലേക്ക് എത്തും മുമ്പേ അയാൾ പേടിച്ചതുപോലെ ഉമ്മ ഫോണായിട്ട് ഇങ്ങോട്ട്. അപ്പോഴൊക്കെ മനസ്സിലായത് ഉമ്മ ഇങ്ങനെ വിറച്ചുകൊണ്ടാണ്, അൽഷിമേഴ്സൊക്കെ ആയിട്ട് ആകെ വിറച്ചുകൊണ്ടാണ്. ഉമ്മാന്റെ കൈ കിടന്ന വലിയ ഫോൺ ഇങ്ങനെ ഇനിയും കൂടി വിറപ്പിക്കുന്ന രൂപത്തിൽ വിറക്കാണ്. പേടിച്ച പോലെ തന്നെ ഫോൺ എന്താ കിടക്കുന്നത്. ഉമ്മ അങ്ങനെ ചെറിയൊരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ രണ്ട് കൈയും പൊതിച്ച് ഇങ്ങനെ നിൽക്കുക. ഇയാൾ ഓടിച്ചെന്ന് ആ ഫോൺ എടുത്ത് നോക്കുമ്പോ ഫോണിന്റെ സ്ക്രീനും കെട്ട് പൊട്ടിയിട്ട് കെട്ട് കഷ്ണേ മൂപ്പർ ആ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മാനെ ചേർത്ത് പിടിച്ച് കവിളത്തൊരു ഉമ്മ എന്നിട്ട് പറഞ്ഞു, ഉമ്മ എന്റെ പഴയ ഫോണ് നോക്കാൻ പൊട്ടിയ ഫോണാ, ഇത് മാറ്റായിട്ട് എല്ലാവരും എന്നെ കളിയാക്കുക. ഇതിപ്പോ നിങ്ങൾ ഒന്നും കൂടി പൊട്ടിച്ചെന്നുകൊണ്ട് എനിക്കിന്ന് പുതിയ ഫോൺ വാങ്ങാലോ. ഒരു ഉമ്മയും കൂടി കൊടുത്തുകൊണ്ട് ഉമ്മാനെ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് എന്റെ അടുത്തേക്ക് ആ ഫോൺ വന്നാറ് ഉസ്താദെ, ഞാൻ അത് ഉണ്ടാകാതെക്കാൻ വേണ്ടി ഓടിയത്. അന്ന് 65,000 എനിക്ക് തോന്നുന്നു അത് മാർക്കറ്റിൽ ഏറ്റവും കൂടിയ ഫോണാണ്. 65,000 റുപ്യന്റെ ഫോണാണ് ഉസ്താദെ. വാങ്ങിയിട്ടൊരു മാസമായിട്ടില്ല, നോക്കാനേ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ലല്ലോ ഉമ്മാനോട് പറഞ്ഞേ, പഴയ ഫോണാണ് പൊട്ടിയത്, അതാണ്. അപ്പൊ എന്നോട് പറയാം ഉസ്താദെ, ഇപ്പൊ ഞാൻ എന്റെ കടയിലേക്ക് വിളിച്ചാല് എടാ എന്റെ ഫോണ് പൊട്ടി വേറെ ഫോൺ കൊണ്ടുവരണത് 65,000 ഒരു ഫോണ് 10 മിനിറ്റ് കൊണ്ട് എന്റെ വീട്ടിൽ എത്താൻ എനിക്ക് കഴിവുണ്ട്. പക്ഷേ എന്റെ അമ്മാനോട് എന്തിനമ്മ നിങ്ങൾ എന്റെ ഫോണ് പൊട്ടിച്ചെന്ന് ചോദിച്ചാല് എന്റെ അമ്മാന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ, അത് 65 ലക്ഷം ഞാൻ കൊടുത്താൽ അത് മാറും സ്ഥലം. ഞാൻ അയാളെ മുമ്പിൽ ഇങ്ങോട്ട് ചെറുതായി, വളരെ ചെറുതായി അല്ലേ. അതാണ് വലാത്ത കുല്ലഹുമാ ഉഫ്ഫി. അവർക്ക് അധികാരമുണ്ട് നമ്മളെ വേദനിപ്പിക്കാനും നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനും നമ്മളെ വെറുപ്പിക്കാനും ഒക്കെ. നമ്മുടെ ഉമ്മക്ക് അധികാരമുണ്ട്. കാരണം പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഉമ്മ ഇങ്ങനെ നമ്മളെ മേലേക്ക് ഇങ്ങനെ പൊന്തിച്ചു പിടിച്ചപ്പോഴേ നമ്മളെ വായിന്ന് ഉമിനീരിങ്ങനെ ഉമ്മാന്റെ ചുണ്ടിലേക്ക് വീണപ്പോഴേ ഉമ്മന് ഇവിടുത്തെ പേരെന്താരങ്ങള് ആ മോന്റെ വായിന്ന് തേനൊലിക്കുന്നുണ്ട്. എന്താ പറഞ്ഞേ? മോന്റെ വായിന്ന് ഏതാണ് തേന്? നാളെ തളർന്ന് ഒരു വശം കൂടിക്കിടക്കുന്ന ഉമ്മാനെ നമ്മളിങ്ങനെ താങ്ങിപ്പിടിക്കുമ്പോ ഉമ്മാന്റെ വായിന്ന് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ആ കൊഴുത്ത ദ്രാവകത്തെ അറപ്പോട് നോക്കി ഡെറ്റോളും സോപ്പിട്ട് കഴുകുമ്പോഴേ ഓർമ്മയുണ്ടാവണം വായിന്ന് ഒലിച്ചിറങ്ങിയ ആ തേനിന്റെ കഥ. ഉമ്മക്ക് അധികാരമുണ്ട്, ഉമ്മക്ക് അവകാശമുണ്ട് നമ്മളെ കളിയാക്കാനും നമ്മളെ ചീത്തറിയാനും. എത്ര ചീത്ത പറയണോ താന്ന് ഉമ്മാന്റെ മുമ്പിൽ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുക, ഒന്നും വരാല്ല. ഉമ്മയോട് തർക്കിക്കുന്നവൻ ഏറ്റവും ദുഷിച്ചവനാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനമുണ്ട് ഇസ്ലാമിൽ. ഉമ്മാനോട് തർക്കിച്ച അമ്മ തോൽക്കും. ഉമ്മ തോൽക്കുമ്പോ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കേണ്ടി ആ മുഖത്തിന്റെ നിസ്സഹായത. ചില കാര്യത്തിനൊക്കെ ഉമ്മക്ക് നമ്മളത്ര വിവരം ഉണ്ടാവില്ല. അവ തർക്കിക്കും, ഒന്നോ രണ്ടോ പറഞ്ഞ ഉമ്മ തോൽക്കും. ഉമ്മ തോൽക്കുമ്പോൾ നിങ്ങൾ ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കണ്ടി. നമ്മുടെ കണ്ണിലേക്ക് നോക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന ഉമ്മയുടെ ആ പരാജയത്തിന്റെ മുഖം നോക്കണ്ടി. എന്താ ഒരു കാര്യം? ഉമ്മാനെ തോൽപ്പിച്ചിട്ട് എവിടെ നമ്മൾ ജയിക്കാനുള്ളത് അല്ലേ? അപ്പോ ഒരിക്കലും മാതാപിതാക്കളോട് ദേഷ്യത്തിന്റെ സംസാരം, വെറുപ്പിന്റെ സംസാരം സംസാരിക്കരുത്. ഖുർആൻ ഒരു സ്റ്റെപ്പും കൂടി മുമ്പോട്ട് വെച്ചിട്ട് അപ്പൊ നിങ്ങൾ ചോദിക്കൂലേ പിന്നെ എങ്ങനെയാ അവരോട് സംസാരിക്കണ്ടേ? കേട്ടോളേ, ആ ബാപ്പയോടും ഉമ്മയോടും നീ സംസാരിക്കണം. എങ്ങനെ? ഖൗലൻ കരീമ, ആർദ്രമായ, ലഘുവായ, മൃദുവായ, മാന്യമായ, സോഫ്റ്റായ വാക്കുകൾ കൊണ്ട് നീ അവരോട് സംസാരിക്കണം. ബാപ്പ, ഉമ്മ, അങ്ങനെ ആ വിളിയില് ആ രൂപത്തിൽ നീ അവരോട് സംസാരിക്കണം. കാരുണ്യത്തിന്റെ ചിറകുകൾ കൊണ്ട് നീ അവരെ ചേർത്തു പിടിക്കണം. തള്ളക്കോഴി കഴുകനും കാക്കയും ഒക്കെ വട്ടമിട്ട് പറക്കുമ്പോ തന്റെ മക്കളെ ചിറകിന്റെ ഉള്ളിൽ ഒതുക്കി നിർത്തുന്ന ഒരു തള്ളക്കോഴിന്റെ സ്നേഹം കണ്ടില്ല?
നിങ്ങൾ ഈ സംശയം ഉണ്ടെങ്കിൽ നോക്കണ്ടേ, ബാപ്പി ഇമ്മയൊക്കെ ഇരിക്കുന്ന നേരത്തെ ഒന്ന് ചെന്നിട്ട് വയസ്സായ 70 80 ഒക്കെ ആയ അല്ലെങ്കിൽ 80 90 ഒക്കെ ആയ ആ ബാപ്പാന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ബാപ്പാനെ ചേർത്ത് പിടിച്ചിട്ട് ബാപ്പാന്റെ ആ നരമ്പ് പൊന്തിയ ആ തഴമ്പിച്ച കൈയൊക്കെ ഒന്ന് തലോടിയിട്ട് ബാപ്പാന്റെ കവിളത്തിന് ഉമ്മ കൊടുത്തു നോക്കണ്ടേ. 1000 കുപ്പി ദശമൂലാരിഷ്ടം കൊടുത്താൽ കിട്ടാത്ത ഒരു ഉന്മേഷം ആ ബാപ്പാന്റെ മുഖത്തുണ്ടാവും. കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ആ ബാപ്പാന്റെ നരമ്പ് പിടിച്ച കൈയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വേണ്ടി അധ്വാനിച്ച് കറുത്തുപോയ കൈകളാ. ആ ഉമ്മാന്റെ ദേഹത്ത് ഒട്ടിക്കിടക്കുന്ന ഉമ്മയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈമ്പി കുടിച്ച് ചപ്പി തുപ്പി കടിച്ചു വലിച്ച് ഉമ്മയുടെ നെഞ്ചോട് ഒട്ടിക്കിടക്കുന്നതാ. ഉമ്മാന്റെ വാർന്നുപോയ സൗന്ദര്യം, ഉമ്മാന്റെ ശരീരമൊക്കെ നമുക്ക് വേണ്ടി നശിപ്പിച്ചതാണ്. എന്റെ സഹോദരൻ അൻസാർ നന്മണ്ട് ഒരിക്കൽ കഥ പറഞ്ഞു. അദ്ദേഹം താമരശ്ശേരി വഴിക്ക് പോരുമ്പോ അവിടെ ഒരു മൊബൈൽ കടയുടെ ഉദ്ഘാടനം നടക്കുക. അവ ഏതൊരു സെലിബ്രിറ്റി ഒക്കെ വരുന്നുണ്ട്, ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുന്നിൽ ഒരു മുയലിന്റെ രൂപത്തിലുള്ള ഒരാളിങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുക, ആൾക്കാരെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. ഒരു മുയലിന്റെ ചെവിയൊക്കെ ഉള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ രൂപം അങ്ങനെ ചാടുക. അതൊരു മനുഷ്യന്റെ ഡ്രസ്സാണ്, അതിന്റെ ഉള്ളൊരു മനുഷ്യണ്ട്, എല്ലാവർക്കും അറിയാം. ആ മനുഷ്യനാ ചാടുന്നത്. അപ്പൊ അയാൾ ഇങ്ങനെ കുറെ ചാടി. ആ ചാട്ടത്തിന് ഡാൻസിന്റെ സ്റ്റെപ്പൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ചാടുക, തുള്ളി ചാടുക. അപ്പൊ അയാൾ ചാട്ടങ്ങനെ നിൽക്കുമ്പോ ഈ കടന്റെ ഉടമസ്ഥൻ വന്ന് ഇങ്ങനെ കൊട്ടും. അപ്പൊ അയാൾ പിന്നെ ചാടും, പിന്നെ നിൽക്കാനായിക്കണ്ട, അയാളെ ചാടിക്കന്നെ. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കാലില് പറ്റ മടം പൊട്ടി ഓട്ടയായ ഒരു പഴയ VKC ചെരുപ്പുണ്ട്. ആ കാലാവട്ടെ കറുത്ത് മെലിഞ്ഞൊട്ടി. ആ കാലുമൊക്കെ ഒരു 10 65 വയസ്സുള്ള മനുഷ്യനാണ്. അയാൾ ഇങ്ങനെ ചാടുക വൈകുന്നേരം വരെ. എന്തിനാ ചാടുന്ന നിങ്ങള്? സെലിബ്രിറ്റി വരുന്ന സന്തോഷമല്ല. അങ്ങനെ ചാടിയാല് വൈകുന്നേരം വരെ ചാടിയാല് 200 ഉറുപ്പ്യ കിട്ടും. ആ 200 ഉറുപ്പ്യ വീട്ടിൽ കൊണ്ടുപോയി മക്കളെ പോറ്റാൻ വേണ്ടി ജീവിതകാലം മുഴുവനും ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു വാപ്പയാണ്. നമ്മളൊക്കെ വാപ്പാര് അത്തരം ദിവസങ്ങളിലൂടെ കടന്നുപോയവരാ. അതുകൊണ്ട് അള്ളാഹ് പറയാണ്, കാരുണ്യത്തിന്റെ ചിറക് കൊണ്ട് അവരെ ചേർത്ത് പിടിക്കണം കേട്ടോ. അവസാനിപ്പിക്കട്ടെ. അപ്പോ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, പ്രവാസികളൊക്കെ ആണെങ്കിൽ എന്നും വിളിക്കണം. നാട്ടിലുള്ളവരാണെങ്കിൽ ആ മാതാപിതാക്കളെ കണ്ടുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, പരിഗണിക്കണം. അവർക്ക് ഏറ്റവും വേണ്ടത് എന്താ? നിങ്ങൾ പരിഗണന. അവർക്ക് മന്തിയും ബിരിയാണി ഒന്നും വേണ്ട. ചിലപ്പോൾ ചില മക്കൾ പറയും, എന്റെ വാപ്പാക്ക് എന്തിന്റെ കുറവാ, ആശുപത്രിക്ക് കൊണ്ടുപോകണ്ടേ, പൈസ ചോദിച്ചാൽ ഞാൻ കൊടുക്കൂലേ, തുണിയും കുപ്പായം കൊടുക്കുന്നില്ലേ, വലിയ വീടില്ലേ, ഇപ്രാവശ്യം തന്നെ സ്കാനിങ്ങിന് വേണ്ടി 10,000 മുടക്കിയില്ലേ, പിന്നെ എന്ത് കുറവാ ഒൽക്കുള്ളത്? ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. അവർക്ക് വേണ്ടത് എന്റെ മകന് ഇപ്പോഴും ഞാൻ വേണം. ഏത് കാര്യവും എന്നോടാ ചോദിക്കുക, എന്നോടാ പറയാ, ഞാൻ പറഞ്ഞിട്ടേ ചെയ്യൂ. ഈ ഒരു പരിഗണന, ഇതാണ് മാതാപിതാക്കൾക്ക് വേണ്ടത്. അല്ലാതെ അവർക്ക് ബിരിയാണി വേണ്ട. അവ ചോദിക്കമ്മ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടേ, ചോദിക്കും. അതിന് ഒരു ഉത്തരം എന്താ മാനെ ഉമ്മ പറയാ, ഉമ്മക്ക് അതിനെ പറ്റി അറിയില്ല, ഉമ്മാനെ കുട്ടി നല്ലതാണെങ്കിൽ നടത്തിക്കോളി എന്ന് ഉമ്മ പറഞ്ഞാൽ ആ വാക്ക് മതി, അത് മതി. നമുക്ക് ആ ഒരൊറ്റ ചോദ്യം മതി. ആ അമ്മക്ക് അത് കൊടുക്കുന്ന ഒരു ഉണ്ടല്ലോ, വളരെ വലുതാണ്. 2, നമ്മുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും സാമ്പത്തികമായ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. എത്ര മക്കളുണ്ടോ എപ്പോഴും മാസത്തിൽ, ആഴ്ചയിൽ ഒരു സംഖ്യ മക്കൾ. എനിക്കൊരു ബാപ്പാനെ പരിചയമുണ്ട്, ഞങ്ങളുടെ നാട്ടിലെ കുറച്ചപ്പുറത്ത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള മകനുണ്ട്, പെട്ടെന്ന് ഗൾഫിൽ വന്ന് പൈസക്കാരനായ മകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാപ്പയുണ്ട്. അപ്പൊ ഒരു ശാസ്ത്രസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഹോട്ടലിന്റെ അവിടെ മുമ്പ് ബാപ്പാന്റെ ഒക്കെ സുഹൃത്താണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കാക്ക ഒരു ചായ കുടിച്ചാലോ? നിങ്ങളിപ്പോ മലയാളിയല്ലേ, ഒരു ചായ ആയി തരും പറയും. ആ ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് മൂപ്പരിങ്ങനെ പതുങ്ങി നിൽക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞ പൈസ കൊടുക്കുമല്ലേ അറിയാം. അയാളെ കണ്ണുമൂരപ്പോൾ മാറി, കണ്ണൊക്കെ നിറഞ്ഞ്. ഞാൻ പറയാം വേണ്ട, ഞാൻ കൊടുക്കാൻ പൈസ കൊടുത്തു. പുറത്തിറങ്ങിയപ്പം ഇങ്ങോട്ട് പറയണേ, എനിക്ക് എന്നോട് ഒരു കാര്യം പറയാനുണ്ട്, ഇതിന്റെ മോനോട് ഒരു കാര്യം പറയും, എനിക്ക് മാസത്തിൽ ഒരു 50 ഉറുപ്പ്യ തരാൻ പറയും. ഞാൻ എന്തിനാ 50 ഉറുപ്പ്യക്കണേ, ഞാൻ 5000 തരാം, കിട്ടണില്ലേ? അവൻ പറയണേ, മരുവളർത്ത താമസിക്കുന്നേ, സാധനം വാങ്ങാനൊക്കെ ഈ പെൺകുട്ടി സാധനമൊക്കെ എഴുതി പൈസയും കൊടുക്കും, ബില്ലും കൊടുക്കും. സാധനം വാങ്ങിയാല് ബാക്കി പൈസ കറക്റ്റ് വാങ്ങി, ഒരു ഉറുപ്പ്യയും മനുഷ്യന്റെ കൈ കൊടുക്കൂല. അതിന് ആ പെൺകുട്ടി പറഞ്ഞ ന്യായം എന്താ? പാപ്പാക്ക് കൊടുത്താൽ സിഗരറ്റ് വാങ്ങാനും ആരാനും കൊടുക്കാനേ ഉണ്ടാവുള്ളൂ. എന്താണ് ഈ ആരാനും കൊടുക്കില്ല? നിങ്ങള് ഈ അസംസ് വെച്ച് വരുമ്പോ വട്ടത്തെ കുത്തിന് ചായ എടുക്കുമ്പോ ഞാൻ പൈസ കൊടുക്കട്ടോ എന്ന് പറയല് ബാപ്പാക്കൊരു വലിയ കാര്യമാണ്. 4 ആളെ മുമ്പിൽ ചായ പൈസ ഞാൻ കൊടുക്കട്ടോ എന്ന് പറയുന്നത് ബാപ്പാക്കൊരു വലിയ കാര്യമാണ്.
എന്തിനാണ് ആ വാപ്പാനെ പട്ടിണിയാക്കണേ? ഒരു വാപ്പാന്റെ കഥയും ഒരുപാട് വാപ്പാരെ കഥ ഉണ്ട് കേട്ടോ. ഞാൻ അപ്പൊ നമ്മളോടൊക്കെ നമുക്ക് ഒരുപാട് കഥ പറയണ്ടേ. സ്കൂളിന്റെ അടുത്ത് ചെറിയൊരു പെട്ടിക്കട നടത്തുന്ന വാപ്പുണ്ടായിരുന്നു. മക്കളൊക്കെ ഗൾഫിൽ പോയി ഉഷാറായപ്പോ ആൾക്കാർ പറയാൻ തുടങ്ങി, നിങ്ങളടുത്തൊക്കെ കായില്ലടാ, ആ ബാപ്പ അവിടെ പെട്ടിപ്പീടിയും കൊണ്ടിരിക്കണേ. അങ്ങനെ ഇവര് വാപ്പാനെ കൊണ്ട് പെട്ടിപ്പീടിയെ പൊട്ടിച്ച് പെട്ടിപ്പീടി ആർക്ക് വിറ്റ്. ഈ ബാപ്പ പട്ടിണി പറഞ്ഞാല് 5 പൈസ മനുഷ്യന്റെ കൈക്ക് വരുന്നില്ല. അപ്പൊ മക്കളോട് പറഞ്ഞ പോലും പറയാ, ബാപ്പാക്ക് എന്തിനാ പൈസ, ബാപ്പാക്ക് ആശുപത്രി ചെലവ് ഞങ്ങള്, ഭക്ഷണം ഞങ്ങള്, പിന്നെ എന്തിനാ ബാപ്പാക്ക് പൈസ? ബാപ്പാക്ക് പൈസ ആണോ? ബാപ്പരാണ ഈ നാട്ടിൽ ജീവിച്ച ആളാ. ബാപ്പാക്ക് സുഹൃത്തുക്കളുണ്ട്, ബന്ധങ്ങളുണ്ട്, പോകണം വരണം, ഒരു ചായ കാലിച്ചായ, ഇതൊക്കെ ബാപ്പാക്ക്. അതിങ്ങനെ എത്ര രൂപ ബാപ്പ ഒരാളോട് ചോദിക്കുക? അപ്പൊ എല്ലാ മക്കളും ഒരു തീരുമാനം എടുക്കുക, ജീവിച്ചിരിക്കണ ബാപ്പിയുണ്ടോ ഒന്ന് ഒരു മാസം ഓരോ ആ പൈസ കളയുക. ഞാനൊരിക്കൽ എന്റെ മോനെയും കൊണ്ട് തറവാട്ടിക്ക് ഉമ്മാന്റെ അടുത്തേക്ക് പോകട്ടെ, സുഖമില്ലാത്ത അവസ്ഥ. അപ്പൊ ഉമ്മാന്റെ അടുത്തേക്ക് പോകുമ്പോ എന്റെ മോന്റെ ഒപ്പം ചെറിയ കുട്ടിയാണ്. അപ്പം ബൈക്ക് നോക്കുമ്പോൾ ബൈക്കിന്റെ മുമ്പിലെ ടയർ കാറ്റില്ല, പഞ്ചറാവാനായി കാറ്റ്. അപ്പൊ 10 രൂപ എടുത്താൽ കാറ്റടിക്കും ചെയ്യാം. അപ്പൊ ഞാൻ 10 രൂപ കീശയിലിട്ട് കണ്ട് ഇങ്ങനെ പഞ്ചറടക്കുന്ന കടന്റെ ഇങ്ങനെ പോയപ്പോൾ തുറന്നിട്ടില്ല. അപ്പൊ ഞാൻ കരുതാ പതുക്കെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാറ്റൊക്കെ അടിച്ച് പോരായിരുന്നു. ഞാൻ വീട്ടിൽ എത്തി ഉമ്മാനോട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ പോരാ നേരത്തെ ഉമ്മാനടുത്ത് പൈസ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറയാം, എന്തിനാ മങ്ങൾക്ക് പൈസ? എനിക്കിപ്പോ അതിന് കണക്ക് ചോദിച്ചാൽ നിൽക്കല്ലേ, അതിനകത്ത് പൈസ ഉണ്ടോ? അപ്പൊ ഞാൻ വന്ന പൊന്നാറമ്മ 10 ഉറുപ്പ ഉണ്ട്, അത് ഞാൻ ഈ വണ്ടിക്ക് കാറ്റടിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തിനാ പൈസ? 10 രൂപ അടിക്കാറ്. അപ്പൊ ഞാൻ ആ 10 രൂപ അമ്മ കൊടുത്തു. എന്നിട്ട് ഞാൻ മോനോട് പറഞ്ഞു, കാറ്റടിച്ചിട്ടില്ല, മെല്ലെ പോകാറ്, ഞങ്ങള് മെല്ലെ ഇങ്ങനെ പോരുക. അങ്ങനെ കാറ്റടിക്കുന്ന കടന്റെ അവിടെ എത്തിയപ്പോ മോൻ പറഞ്ഞു, ഇപ്പാ എനിക്ക് മുട്ടായിയാണ് വേണം. ഞാൻ പറഞ്ഞ പൊന്നാറമ്മ ആകെ 10 ഉറുപ്പ ഉണ്ടായിരുന്നു, അത് ഉമ്മ വാങ്ങിച്ച് കണ്ടില്ലേ, മുട്ടായി ഒന്നും കടം വാങ്ങാൻ പറ്റൂല, ഞാൻ പിന്നെ വാങ്ങിക്കാം. അത് പറഞ്ഞു, നിങ്ങളുടെ പൈസ വേണ്ട, എൻ്റെ അടുത്ത് പൈസ ഉണ്ടേ. ഞാൻ ചോദിച്ചാൽ എനക്ക് വരുമാനമായി എഴുന്ന പൈസ, ഓന്റെ കീശിനത്തെ പൈസ, ഇത് ഞാൻ നേരത്തെ കണ്ട പൈസയാണല്ലോ, ഉമ്മൻ്റെ വാങ്ങിയ പൈസ. എന്റെ ഒരു 10 അടുത്ത് പൈസ ഉണ്ട് ചോദിച്ചില്ലേ, ആ പൈസ ഉമ്മൻ്റെ വാങ്ങിയതേ റിയൽ എസ്റ്റേറ്റിൽ പൈസ മുടക്കാനോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയർ എടുക്കാനോ ഒന്നും അല്ല. ഉമ്മാന്റെ പേരക്കുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ പെരീക്ക് വരുമ്പോഴേ ഒരു പോകുമ്പോ ഉമ്മാനൊരു മുട്ടായി വാങ്ങിക്കൊണ്ടിട്ടു എന്ന് പറഞ്ഞ് ആ കുട്ടികളെ കയ്യിൽ കൊടുക്കാൻ അമ്മാക്കി പൈസ അതുവരെ കൊടുക്കൂല. അതിനെന്താണ് 10 രൂപ എന്നില്ലേ, മിഞ്ഞാന്ന് 5 രൂപ എന്നില്ലേ, അതിന് മുമ്പ് 15 രൂപ എന്നില്ലേ, എന്താ ഇതൊക്കെ കാട്ടിയത്? എന്ത് കാട്ടാൻ, എന്താണ് ഉമ്മ പൈസ കൊണ്ട് കാട്ടാൻ അല്ലേ? അപ്പോ പപ്പനിമ്മാനെയും അവരെ പട്ടിണിക്കിടരുത് എന്ന് പറഞ്ഞാല് തിന്നാൻ കൊടുക്കാതല്ല, ഒരു ലേശം ഒരു സാമ്പത്തികം അവർക്ക് കൈകാര്യം, അത് ബാപ്പ കൊണ്ട് നശിപ്പിക്കാൻ അതിനുള്ളത് കൊടുത്താൽ മതി, തോനെ കൊടുക്കണ്ട. അവർക്ക് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ ഒരു ചായ വാങ്ങി കൊടുക്കാൻ, ഒരു നല്ല ധൈര്യത്തിൽ വർത്താനം പറയാൻ, പള്ളിക്കൊരു പിരിവുണ്ടാവുമ്പോ എന്റെ വക ഒരു 50 രൂപ എരിക്കോ. സ്ഥിരമായിട്ട് പള്ളിയിലെ കാര്യങ്ങൾക്ക് പണം തരുന്ന ഒരാള് പടുത്തൊരു പിരിവിന് ചോദിച്ചപ്പോ മൂപ്പര് വലിയ ബാക്കിക്ക് തിരിഞ്ഞെന്ന് കണ്ണു തോത്തിയപ്പോ ഞാൻ ചോദിച്ചു, എന്തേ കാക്ക പറഞ്ഞേ? ഒക്കെ മക്കളെ കയ്യിലാടാ, ഇനി പോലോട് ചോദിച്ചാൽ അത് തരാൻ പറ്റൂല. എന്താ അതൊക്കെ ജീവിതത്തിന്റെ നിസ്സഹായാവസ്ഥകള്. അപ്പോ മിനായിലെ ടെന്റിന്ന് സംസാരിക്കാം, ബാപ്പിയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സ്വർഗാണ്. അവരിലൂടെ അല്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. നമ്മൾ ബോധ്യപ്പെടുത്തണം നമ്മുടെ ഭാര്യമാരെ. അവളുടെ വാപ്പിയമ്മയും നമ്മുടെ വാപ്പിയമ്മ, നമ്മുടെ വാപ്പിയമ്മയും അവളുടെ വാപ്പിയമ്മ. നമ്മുടെ വാപ്പാനോട് വാപ്പാന്ന് വിളിക്കണം, നമ്മളെ അമ്മാന്ന് വിളിക്കണം. വിളിച്ചാ പോരാ, സ്വന്തം ബാപ്പയോട് ഉമ്മയോടെന്ന പോലെ പെരുമാറണം. നമ്മൾ തിരിച്ചങ്ങട്ടും. ചില ആൾക്കാരൊക്കെ പെണ്ണുങ്ങളെ വാപ്പാന്ന് വിളിച്ചില്ല, ഓളെ തന്ത ആശുപത്രിയില്ല, ഓളെ തള്ളക്ക് സുഖമല്ലോ. ഇതൊക്കെ കേൾക്കുന്ന ഒരു പെണ്ണെങ്ങനെയാ പിന്നെ നമ്മളമ്മാനെയും ബാപ്പാനെ സ്നേഹിക്കുക? ഓളെ ബാപ്പ നമ്മുടെ ബാപ്പയാ, ഓളമ്മ നമ്മുടെ അമ്മയാ. ആദ്യം നമുക്ക് എന്റെ അമ്മാൻ്റെ അടുത്ത് പോകല്ലേ, ഓളമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഒരു 100 രൂപ കൊടുത്തിട്ട് വേണം ഓളെയും കൂട്ടി നമ്മളമ്മാൻ്റെ അടുത്ത് പോകാൻ. ഇത് നമ്മുടെ കുടുംബത്തിൽ നടപ്പാക്കണം, നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഇനി ഒരു കാര്യം കൂടി, ബാപ്പിയമ്മയും മരിച്ചുപോയോട് വല്ല വർത്താനം പറയണ്ടോ? ഇതൊക്കെ ജീവിച്ചിരിപ്പോഴല്ലേ. ബാപ്പിയമ്മയും മരിച്ചുപോയോട് വല്ലതും പറയണ്ടോ? ഉണ്ട്, കേട്ടോടി. പ്രവാചകനോട് ഒരാൾ ചോദിക്കാൻ, റസൂലേ എന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാണ്ടോ? റസൂലിന്റെ മറുപടി ഒന്ന് ഉണ്ട്. എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയിലും ആ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുമ്പേ പടച്ചോനെ എന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്നൊരു പ്രാർത്ഥന ഉണ്ടാവണം. 2, മാതാപിതാക്കൾക്ക് പാപമോചനത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ. 3, മാതാപിതാക്കളിലൂടെ നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം.
എന്താണ് നമ്മൾ പറയല്ലേ, ബാപ്പ ഉള്ള കാലത്ത് അങ്ങോട്ട് പോകലും വരലൊക്കെ ഉണ്ടായിനി, ബാപ്പ മരിച്ചെന്നോല് വന്നീനി, പിന്നെ അങ്ങോട്ട് കൂട്ടും പോക്കും വരുവൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. ബന്ധങ്ങൾ നിന്നു പോവുക പാടില്ല. മാതാപിതാക്കളിലൂടെ നിലനിന്നിരുന്ന ബാപ്പാന്റെ കുടുംബം, ഉമ്മാന്റെ കുടുംബം, ആ മാതാപിതാക്കളുടെ കുടുംബം. ഉമ്മാന്റെ അഞ്ചത്തിമാരെ കുറിച്ച് റസൂലിനോട് ചോദിക്കാം, എന്റെ ഉമ്മാന്റെ അഞ്ചത്തിമാർ നിന്റെ ആരാണ്? എന്താ മറുപടി അറിയങ്ങള്? നിന്റെ ഉമ്മാന്റെ സഹോദരിമാർ നിനക്ക് നിന്റെ ഉമ്മയെ പോലെയാണ്. എന്റെ ഇളയമാനോടെ, എന്റെ അമ്മാനോട് പെരുമാറുന്ന പോലെ പെരുമാറണം. എന്റെ ഇളയമാനോട് മൂത്തമ്മാനോടും തിരിഞ്ഞു നോക്കണം. ഉമ്മക്കണ് മരിച്ചുണ്ടല്ലോ, പിന്നെ അമ്മാന്റെ കുടുംബത്തേക്ക് നോക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമല്ല. ബാപ്പാന്റെ കുടുംബം പൈസ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ ഒപ്പം, ഉമ്മാന്റെ കുടുംബം പൈസ പോലാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒപ്പം, മറ്റേ കുടുംബത്തെ വലിച്ചെറിയ അല്ലെ. മാതാപിതാക്കളുടെ കുടുംബങ്ങളെ അവരുടെ മരണശേഷവും നമ്മൾ കൊണ്ടു നടക്കണം. ആണ് ചെല്ല. അതുപോലെ പറയും, ബാപ്പയുടെ കാലത്ത് വന്നീനി, ബാപ്പാക്ക് ശേഷം ഉമ്മാന്റെ കുട്ടി വന്നല്ലേ, ബാപ്പാക്ക് പടച്ചോൻ പുറത്തു കൊടുക്കട്ടെ. അതൊരു പ്രാർത്ഥന, അത് മതി. അതിനാണ് മൂന്നാമത്തെ എന്താ നിങ്ങള്, മാതാപിതാക്കളുടെ സ്നേഹിതന്മാരെ അവരുടെ മരണശേഷം നമ്മൾ ബഹുമാനിക്കുക. പാപ്പാന്റെ തുണക്കാർ ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോഴേ പാപ്പാന്റെ സുഹൃത്തുക്കളെ പെരി പോവുക, എന്തെങ്കിലും സ്പ്രേന്റെ കുപ്പിയോ 10 ഉറുപ്പിയൊക്കെ കൊടുക്കുക, ഓലെ സന്തോഷിപ്പിക്കുക. പോലും പറയും, ഔ എന്റെ ബാപ്പുണ്ടായ കാലത്ത് എന്തൊരു സുഖം, ഇനി അള്ളാഹു പഠിച്ചോ പുറത്തു കൊടുക്കട്ടെ. അത് മതി. ഈ ഉമർ ബിൻ ഖത്താബിന്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ മദീനത്ത് ഇങ്ങനെ അദ്ദേഹം അതൊരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം നല്ല സമ്പന്നനെ പോലെ ജീവിക്കുക, വില കൂടിയ വസ്ത്രം, വില കൂടിയ തലപ്പാവ്, നല്ല നല്ല സാമ്പത്തികം ഉണ്ട്, അങ്ങനെ നല്ല ഉഷാറിന്റെ ജീവിക്കുക. അദ്ദേഹം നേതാവാണ് ഒരു ജനക്കൂട്ടത്തിന്റെ. അപ്പോ ഒരിക്കൽ അദ്ദേഹം തന്റെ കഴുതാണ് അദ്ദേഹത്തിന്റെ വാഹനം. ആ കഴുതപ്പുറത്ത് ഇങ്ങനെ വരുമ്പോണ്ടേ മുടിയൊക്കെ പാറി പറന്ന് വസ്ത്രമൊക്കെ ആകെ ചളിയായ ഒരു ബധുവിനെ പോലെ ഒരാൾ ഇങ്ങനെ വരുന്നത്. ഇബ്നു ഉമർ പെട്ടെന്ന് തന്റെ വാഹനപ്പുറത്ത് ഇറങ്ങി. എന്നിട്ട് ആ അഴുക്ക് പുരണ്ട മനുഷ്യനെ, ഏതോ ബന്ധുവാണ്, അയാളെ സ്നേഹത്തോടെ പിടിച്ചു കൊണ്ടുവന്ന് തന്റെ കഴുതപ്പുറത്ത് ഇരുത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇബ്നു ഉമറിന്റെ തലയിലുള്ള ആ വില കൂടിയ തലപ്പാവ് ഉണ്ടല്ലോ, ആ തലപ്പാവ് ഇദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു കൊടുത്ത് നല്ല വസ്ത്രം കൊടുത്ത് എന്തൊക്കെയോ കൊടുത്തിട്ട് അദ്ദേഹത്തെ കഴുതപ്പുറത്ത് ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ കുറെ. എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ച്. അപ്പൊ ആൾക്കാർ ചോദിച്ചു, ഇത്രമാത്രമൊക്കെ പരിഗണിക്കണോ? എന്തേലൊക്കെ ചില്ലറ പൈസ കൊടുത്താൽ തന്നെ മൂപ്പർക്ക് തൃപ്തിയാവൂലേ? അപ്പൊ അദ്ദേഹം പറയണേ, അതിന്റെ ബാപ്പാന്റെ ഒരു സുഹൃത്താ. ബാപ്പാന്റെ സ്നേഹിതന്മാരെ ബഹുമാനിക്കൽ വലിയ പുണ്യകർമ്മ എന്ന് റസൂൽ പഠിപ്പിച്ചു. നമ്മളൊക്കെ വലിയ കാറ് ഓടിച്ചു പോകുമ്പോഴേ റോഡിനൊക്കെ കൂടെ പോയത് പണ്ട് ബാപ്പാന്റെ സുഹൃത്തുക്കളെ എപ്പോഴും പെരിയിൽ വർത്താനം പറഞ്ഞിരിക്കും, ജീവിക്കാൻ മാർഗമൊന്നുമില്ല, എന്നാലും ബാപ്പാക്ക് വലിയ ഇഷ്ടേനി നമ്മുടെ ഒറ്റ പോക്ക അല്ല, അപ്പട്ട നിർത്തണം. ഇത്ര വില കൂടിയ കാറായിക്കോട്ടെ, ഡോറ് തുറന്നിട്ടേ കാക്ക കേറിക്ക്. ഇതാരാടാ? ഞാന് നിങ്ങളെ തുണക്കാരല്ല, കുഞ്ഞാമാക്കാൻ. ആ കുഞ്ഞാമാക്കാന്റെ മൂത്ത മകനാജില്ലേ, എന്തൊരു സന്തോഷിക്കാന്ന് പറയുന്നത്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ച മര്യാദ കേട്ടോ, മറക്കരുത്. ഏറ്റവും അവസാനം പറയട്ടെ, മാതാപിതാക്കൾ നമ്മുടെ സ്വർഗമാണ്. അവരെ തൃപ്തിപ്പെടുത്തിയേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂ. അവരെ ഇടങ്ങേറാക്കിയിട്ട് ഒരു മനുഷ്യനും ഒരു ഇബാദത്ത് കൊണ്ടും സ്വർഗത്തിലേക്ക് എത്തൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളെ സ്നേഹത്തോടെ പരിചരിക്കാൻ അള്ളാഹു നമുക്ക് സന്മനസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കുന്ന മക്കളാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ആ മാതാപിതാക്കളുടെ കൂടെ ഒത്തുകൂടാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മളോടുള്ള എന്തെങ്കിലും വെറുപ്പോ പ്രയാസമോ ഉണ്ടാക്കുന്ന എന്തെങ്കിലും വാക്കോ പ്രവൃത്തിയോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ റബ്ബ് നമുക്കത് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.